ദെൻ 2023 ചോദ്യം. 2023 ഒരു ചോദ്യം നമ്മൾ നേരത്തെ നോക്കിയോളൂ. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു വർഷം ചോദിക്കുന്നത്? അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സഹകാരിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് എവിടെയൊക്കെ കൃത്യമായിട്ട് ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഓരോ ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് സഹകാരിയിലൂടെ കിട്ടാൻ പോകുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റൈസ് ബസ്. നമുക്കിന്ന് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് സൈക്കോ അനാലിറ്റിക് അപ്രോച്ച്. സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് എന്ന് നമ്മൾ ഇതിനകം തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്ത ആളുകളുണ്ട് എങ്കിൽ കഴിഞ്ഞ ഒരു ക്ലാസ് കൂടി കാണുക കേട്ടോ. ഏകദേശം സൈക്കോളജിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വരവോടുകൂടിയാണ് മനഃശാസ്ത്രത്തിൽ, സൈക്കോളജിയിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പഠനത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത പിൻഗാമികളില്ല. സൈക്കോളജി പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേര് പറയാതെ നമുക്ക് പഠിക്കാനേ കഴിയില്ല. ആ ഒരു തരത്തിലേക്ക് സൈക്കോളജിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പം അദ്ദേഹം മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകണം, അല്ലെ മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് സ്ട്രക്ചറലിസം പോലെ അല്ല കേട്ടോ, സ്ട്രക്ചറലിസം പോലെ അല്ല. മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറലിസം അല്ല സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് എന്നുകൂടി മനസ്സിലാക്കുക. സൈക്കോ അനാലിറ്റിക് അപ്രോച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മുടെ സിലബസിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതേ ഹെഡിങ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈക്കോ അനാലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി. ഇവിടെ നിങ്ങൾക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചിത്രം കാണാൻ കഴിയും അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. ഇതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു തിയറീസ് ആണ് സൈക്കോ അനാലിറ്റിക് തിയറി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തിയറീസിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറി. സോ Sigmund Freud, who has been called the father of psychiatry, is credited as the first to identify development by stages. അപ്പോൾ സൈക്കാട്രിയുടെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഫാദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, നമ്മൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനുഷ്യന്റെ വികാസത്തെ ഓരോ സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം മനുഷ്യന് ചില ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ടോ, സൈക്കോളജിക്കലായിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ച ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അതിനുശേഷം പല ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹി ബിലീവ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ബേസിക് ക്യാരക്ടർ ഈസ് ഫൗണ്ട് ബൈ ഏജ് 5. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ 5 വയസ്സാകുമ്പോൾ തന്നെ ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ബേസിക് ക്യാരക്ടർ 5 വയസ്സാകുമ്പോൾ തന്നെ ഫോം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രോയിഡ് കാറ്റഗറൈസ്ഡ് ഹിസ് പേഴ്സണാലിറ്റി തിയറി അക്കോർഡിംഗ് ടു സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ മനുഷ്യന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മനുഷ്യന്റെ ഡെവലപ്മെന്റിന്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 തലത്തിലാണ് അദ്ദേഹം പറയുന്നത്. അഥവാ മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അദ്ദേഹം ഒരു ഡിവിഷൻസ് പറയുന്നുണ്ട്. ദെൻ അതിന്റെ ഡൈനാമിക്സ് അനുസരിച്ച്, അത് പ്രവർത്തന ശൈലി. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ചലനാത്മകത എന്നൊക്കെ പറയും. അപ്പോൾ ഡൈനാമിക് സ്വഭാവം അനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവത്തെ അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. ദെൻ ഡെവലപ്മെന്റ് അനുസരിച്ച്, അപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ സ്ട്രക്ചർ, ഡൈനാമിക്സ്, ഡെവലപ്മെന്റ്, ഈ 3ന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പേഴ്സണാലിറ്റിയെ വിവിധ തലങ്ങളായിട്ട് തിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. സൈക്കോ അനാലിറ്റിക് തിയറിയിൽ വരുന്നത് 3 സബ് തിയറീസ് ആണ്. സൈക്കോ അനാലിറ്റിക് തിയറീസിൽ വരുന്നത് 3 സബ് തിയറീസ് ആണ്. അതിലൊന്ന് മനുഷ്യന്റെ മനസ്സിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, 2 അതിന്റെ ഡൈനാമിക്സ്, അതിന്റെ ചലനാത്മകത. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഒരേ നിലയ്ക്കല്ല അല്ലേ? നമ്മുടെ മനസ്സ് പലപ്പോഴും പല രീതിയിൽ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്. ദെൻ ഡെവലപ്മെന്റ്,
വികാസം, മനുഷ്യ മനസ്സിന്റെ വികാസവുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ മനസ്സിലാക്കുക: സ്ട്രക്ചർ, ഡൈനാമിക്സ്, ഡെവലപ്മെന്റ്. സ്ട്രക്ചർ, ഡൈനാമിക്സ്, ഡെവലപ്മെന്റ്. ഇത് നിങ്ങൾക്ക് മാറിപ്പോവില്ല, കാരണം അത് നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ ആദ്യം സ്ട്രക്ചർ അനുസരിച്ച്, മനുഷ്യന്റെ മനസ്സിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ 3 കോമ്പണൻസ് ആയിട്ട് മനുഷ്യ മനസ്സിനെ തരംതിരിക്കാൻ പോവുകയാണ്. മനുഷ്യ മനസ്സിനെ അതിന്റെ സ്ട്രക്ചർ അനുസരിച്ച് 3 ആയിട്ട് തരംതിരിക്കാൻ പോകുന്നു. ഒന്ന് ഇത്, കേട്ടോ, ഇവിടെ നിന്നാ തുടങ്ങേണ്ട. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് ഐഡിയ എന്നല്ല, ഇതെന്നാണ് വായിക്കാറ്, അല്ലെങ്കിൽ ഇറ്റ് എന്നാണ് വായിക്കാറ്, കേട്ടോ. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ, കേട്ടോ, പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറാണ്. മൈൻഡ് എന്നതിൽ ഉപരി സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രോയിഡ് ഓർഗനൈസ്ഡ് structure of personality into 3 major components: the id, ego and super ego. id, ego, super ego. നന്നായിട്ട് മനസ്സിലാക്കുക. id എന്ന് പറഞ്ഞാൽ primitive instincts and desires. നമ്മിലുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു മൊറാലിറ്റിയും കടന്നു വരാതെ തന്നെ നമുക്കുള്ള ചില ഇൻസ്റ്റിങ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, മിക്കവാറും അത് ഭക്ഷണത്തോടും സെക്ഷുവൽ ഡിസൈഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ഇൻസ്റ്റിക്റ്റ് ആയിട്ടുള്ള വിശപ്പ്, ദാഹം, ലൈംഗിക ഇച്ഛ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇതാണ്. ഐ വാണ്ട് ടു ഈറ്റ് ഓൾ ദ കുക്കീസ് നൗ. അവിടെ ചിന്തിക്കുന്നുണ്ടല്ലേ, ഒരു കുട്ടി ചിന്തിക്കുക, എനിക്കൊരു സാധനം കിട്ടി കഴിഞ്ഞാൽ അത് ഫുൾ എനിക്ക് തന്നെ വേണം, കാരണം എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് വേണോ, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണോ, അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം, അല്ലേ, എൻ്റെ വയറ് നിറയുക, എനിക്ക് സുഖമുണ്ടാവുക, എനിക്ക് പ്ലഷർ ഉണ്ടാവുക, അത് മാത്രമാണ് ഇതിൻ്റെ ചിന്ത. ഇനി ഈഗോ എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇത് ആൻഡ് റിയാലിറ്റി. ഇതും റിയാലിറ്റിയും തമ്മിലുള്ള മീഡിയേറ്ററാണ്. അപ്പോൾ ഇത് പറയുന്നത് എൻ്റെ പ്ലഷർ, എനിക്ക് സുഖം കിട്ടണം, എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ ഈഗോ അങ്ങനെയല്ല, യാഥാർത്ഥ്യം കൂടി നോക്കും. ഐ വിൽ ഹാവ് 1 cookie now and more later. അപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇത്ര കുക്കീസേ ഉള്ളൂ, ഈ കുക്കീസ് കൊണ്ട് എനിക്ക് 2-3 ദിവസം ജീവിക്കണം, അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുക്കീസ് കഴിക്കും, ബാക്കിയുള്ളത് പിന്നീട് കഴിക്കാം. അപ്പോൾ അതാണ് ഈഗോ, റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക, അത് ഈഗോ. ദെൻ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലെവൽ കൂടുകയാണ്. മോർ കോൺസയൻസ് ആൻഡ് ഐഡിയൽസ്, കുറച്ചുകൂടി ധാർമ്മികമായിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആദർശാത്മകമായിട്ടുള്ള സാധനമാണ്. ഐ വിൽ ഫീൽ ഗിൽറ്റി ഫോർ ഈറ്റിംഗ് കുക്കീസ്. ഞാൻ കുക്കീസ് കഴിക്കാനേ പാടില്ല, കുക്കീസ് എൻ്റെ ശരീരത്തിന് നല്ലതല്ല. കുക്കീസ് എന്ന് പറയുന്നത് കുറേ ഷുഗറും ഫാറ്റൊക്കെ ഉള്ള സാധനമാണ്, അല്ലെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് എന്നെക്കാൾ കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ദോഷവശങ്ങൾ. സോ അത് കഴിക്കാൻ പാടില്ല, കാരണം കുക്കീസ് കഴിച്ചാൽ ഞാൻ പിന്നീട് ഖേദിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. സോ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് വരാം. ഇത് എന്ന് പറയുന്നത്, ഇത് കണ്ടെയ്ൻസ് ഓൾ അവർ ബയോളജിക്കൽ ബേസ്ഡ് ഡ്രൈവ്സ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രേരണകൾ, അതാണ് ഇതിൽ വരുന്നത്. ബയോളജിക്കൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ്, അഥവാ ദ ഏർജ് ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാനുള്ള, കുടിക്കാനുള്ള, അതേപോലെ എലിമിനേറ്റ് അല്ലെങ്കിൽ എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട, ആൻഡ് എക്സ്പെഷ്യലി ടു ബി സെക്ഷുവലി സ്റ്റിമുലേറ്റഡ്, ലൈംഗിക പ്രേരണ, സെക്ഷുവൽ ഡിസയേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല. വിശപ്പ് വന്നാൽ നമ്മൾ ആഹാരം കഴിച്ചേ മതിയാവും, അല്ലേ, ദാഹിച്ചാൽ ഭക്ഷണം കഴിച്ചേ മതിയാകും. ഇനി നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പോയാലേ അത് മാറും, ആ ഒരു ബുദ്ധിമുട്ട് മാറും. അത് ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. സോ ദ സെക്ഷുവൽ എനർജി ദാറ്റ് അണ്ടർലൈസ് ദീസ് urges ഈസ് കോൾഡ് ദ ലിബിഡോ. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്ഷുവൽ ഡിസയേഴ്സ്, നമ്മുടെ ഹാങ്ഗ്രി, തേഴ്സ്റ്റ്, ഇതൊക്കെ ഇതാണ്. അപ്പോൾ സെക്ഷുവൽ ഡിസയേഴ്സിന് നമ്മൾ ഒരു പേര് കൂടി പറയും, ലിബിഡോ. പഠിച്ചു വെക്കുക, ലിബിഡോ. അപ്പോൾ ഇതിൽ സെക്ഷുവൽ എനർജി അവിടെ ഇരിപ്പുണ്ട്. ആ ഒരു സെക്ഷുവൽ എനർജി അല്ലെങ്കിൽ സെക്ഷുവൽ ഏർജസിന് പ്രേരണ നൽകുന്ന ആ ഒരു സെക്ഷുവൽ എനർജിയെ നമ്മൾ പറയുന്ന പേര് ലിബിഡോ ആണ്, കേട്ടോ. ദ സെക്ഷുവൽ എനർജി ദാറ്റ് അണ്ടർലൈസ് ദീസ് ഏർജസ് ഈസ് കോൾഡ് ലിബിഡോ. അപ്പോൾ ഇവിടെ ഇത്തരം ആഗ്രഹങ്ങൾക്ക് പ്രേരണ നൽകുന്ന ആ ഒരു സെക്ഷുവൽ എനർജിക്ക് പറയുന്ന പേര് ലിബിഡോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കേട്ടോ. ദ ഇറ്റ് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദ പ്ലഷർ പ്രിൻസിപ്പിൾ. അപ്പോൾ സുഖതത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. PYQ ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം എനിക്കെന്ത് കിട്ടണം, പ്ലഷർ കിട്ടണം, അല്ലേ, എനിക്ക് പ്ലഷർ കിട്ടണം, അതാണ് മെയിൻ. അല്ലാതെ മറ്റുള്ളവരുടെ നേട്ടം അവിടെ നോക്കില്ല,
അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധം അവിടെ ഇല്ല. സുഖം കിട്ടുക എന്നതിലപ്പുറം മറ്റൊരു സംഗതിയും അവിടെ വരുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഡിസൈഡ് ടു സാറ്റിസ്ഫൈ ദ അർജസ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് റിഗാർഡ് ടു റൂൾസ്. അവിടെ തനിക്ക് എന്താണോ വേണ്ടത് അത് പെട്ടെന്ന് നിറവേറുക. അവിടെ നിയമങ്ങൾ ബാധകമല്ല, റിയാലിറ്റീസ് ബാധകമല്ല, റിയാലിറ്റീസ് ഓഫ് ലൈഫ് ഓർ മോറൽസ് ഓഫ് എനി കൈൻഡ്, ധാർമ്മികത ഒന്നും ബാധകമല്ല. അതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ ഈ ഇത് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ക്രിമിനൽസ് ആയിരിക്കും അല്ലേ. ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് തനിക്ക് പണം കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ മോഷ്ടിക്കുന്നു, പിടിച്ചു പറിക്കുന്നു. മറ്റുള്ളവർക്ക് എന്ത് വരും എന്ന് അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ മൊറാലിറ്റി നോക്കുന്നില്ല. എനിക്ക് എൻ്റെ കാര്യം നടക്കുക, പ്ലഷർ കിട്ടുക, എനിക്ക് പ്ലഷർ കിട്ടുക, അത് മാത്രമാണ് ചിന്ത. അതാണ് ഇത് വരുന്നത് കേട്ടോ, ഇത്. ഓക്കെ അല്ലേ? വളരെ ഭംഗിയായിട്ട് ക്ലിയർ ചെയ്ത് പോവുക. ഇത് പ്രസന്റ് ആറ്റ് ബർത്ത്. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മളിൽ എന്തുണ്ടാകും? നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ ഇതുണ്ടാകും. It endows that infant with instinctual drives that seek to satisfy needs and achieve immediate gratification. അപ്പോൾ ഒരു കുട്ടി അവൻ്റെ ബേസിക് നീഡുകൾ നിറവേറ്റാനും അതിലൂടെ അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും അതിലൂടെ അവന് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനും എല്ലാം പ്രേരണ നൽകുന്നത് ഇതാണ്. അഥവാ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ അവന് ഇത് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചർ ഉണ്ടാകുന്നു. അപ്പോൾ അവന് വിശപ്പുണ്ടാകുന്നു അല്ലേ, വിശപ്പുണ്ടാകുന്നു. അപ്പോൾ അവന് പാലിന് വേണ്ടി കരയുന്നു. അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവന് വിഷയമേ അല്ല. തനിക്ക് പാല് കിട്ടുക, തൻ്റെ വിശപ്പ് മാറുക, അത് മാത്രമാണ് കുട്ടിയുടെ ചിന്ത അല്ലേ. അമ്മ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, അമ്മയ്ക്ക് അസുഖമാണോ, അമ്മ വീട്ടിലുണ്ടോ, ജോലിക്കാണോ, അതൊന്നും അവൻ നോക്കില്ല. തനിക്ക് വിശപ്പ് മാറണം, തനിക്ക് സുഖമായി കടന്നുറങ്ങണം, അത് മാത്രമേ ഒരു കുട്ടി ചിന്തിക്കുകയുള്ളൂ. ഈ ഡ്രിവൺ ബിഹേവിയേഴ്സ് ആർ ഇമ്പൾസീവ് ആൻഡ് മേ ബി ഇറാഷണൽ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇമ്പൾസീവാണ്, ഇമ്പൾസീവായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തില്ല, യുക്തി നോക്കില്ല. അപ്പോൾ എന്ത് തോന്നുന്നു, അത് വളരെ ഇമ്പൾസീവായിട്ട് അവിടെ ബിഹേവ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ജനിക്കുന്ന സമയത്തെ ഇതുണ്ട്, ഇതിലൂടെ ഉണ്ടാകുന്ന പെരുമാറ്റം ഇമ്പൾസീവാണ്, എന്തല്ല, യുക്തിസഹമല്ല. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ചെയ്യുക അല്ലേ. അവൻ എന്താണോ തോന്നുന്നത് അത് ഇമ്പൾസീവായിട്ട് തോന്നിയതുപോലെ അങ്ങ് ചെയ്യുക. അവിടെ യുക്തിക്ക് സ്ഥാനമേ ഇല്ല. അപ്പോൾ പഠിച്ചു വെക്കുക, ഇത് പ്ലഷർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സെക്ഷൽ ഡിസയേഴ്സ്, അതേപോലെ തേഴ്സ്റ്റ്, ദാഹം, ഹാംഗ്രി, വിശപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. ഇത്തരം സെക്ഷൽ എനർജീസിനെ, ഇത്തരം ആഗ്രഹങ്ങളെ നയിക്കുന്ന സെക്ഷൽ എനർജീസിനെ നമ്മൾ ലിബിഡോ എന്ന് പറയുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവനിൽ ഇത് വർക്ക് ചെയ്യുന്നു. ഇത് മൂലമുണ്ടാകുന്ന സ്വഭാവം ഇമ്പൾസീവ് ആയിരിക്കും, എന്തായിരിക്കില്ല, റാഷണൽ ആയിരിക്കില്ല, ഇറാഷണൽ, യുക്തിസഹമല്ലാത്തതായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നമുക്കിനി രണ്ടാമത്തെ സ്ട്രക്ചർ ഓഫ് മൈൻഡിലേക്ക് വരാം, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലേക്ക് വരാം. അത് ഈഗോയാണ്. ഈഗോ എന്ന് പറയുന്നത്, ഈഗോ ഫങ്ഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യ ബോധത്തിലായിരിക്കും, റിയാലിറ്റി പ്രിൻസിപ്പിളിലായിരിക്കും വരിക കേട്ടോ. ഇവിടെ ഡോട്ടിൻ്റെ ആവശ്യമില്ല. ബേസിസ് ഓഫ് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ബിഗിൻസ് ടു ഡെവലപ്പ് ബിറ്റ്വീൻ ഏജസ് 4 and 6 months. 4-6 മാസങ്ങളാകുന്ന സമയത്ത് ഈഗോ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു എന്നാണ് പറയാറ്. ദ ഈഗോ, പ്രായപരിധി എന്തല്ല ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, പ്രായപരിധി ഇമ്പോർട്ടൻ്റ് അല്ല. പ്രായപരിധി ഇമ്പോർട്ടൻ്റ് ഉള്ളത് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിലാണ്. ഇവിടെ നമുക്ക് പ്രായപരിധി ഇമ്പോർട്ടൻ്റ് അല്ല. ദ ഈഗോ എക്സ്പീരിയൻസസ് ദ റിയാലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ വേൾഡ്, അഡാപ്റ്റ്സ് ടു ഇറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ഇറ്റ്. അപ്പം ഈഗോയിലേക്ക് വരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യും, ചുറ്റുപാട് നോക്കും, പരിസരം നോക്കിയിട്ട് അതനുസരിച്ച് പെരുമാറും അല്ലേ. അതനുസരിച്ച് പെരുമാറും. അപ്പോൾ കുട്ടിക്ക് ഒരു കാര്യം ആവശ്യമാണ് എന്ന് തോന്നുന്നു, പക്ഷേ അമ്മ തിരക്കിലാണ് എങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അമ്മ വരുന്നത് വരെ കാത്തു നിൽക്കും. അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖമാണ്, അപ്പം അമ്മ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കുട്ടി ചിന്തിക്കും. അതാണ് ഈഗോ എന്ന സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. ദ ഈഗോ എക്സ്പീരിയൻസസ് ദ റിയാലിറ്റി ഓഫ് ദ എക്സ്റ്റേണൽ വേൾഡ്. പുറം ലോകം എങ്ങനെയാണെന്ന് നോക്കുന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി സാഹചര്യം അനുസരിച്ച് പെരുമാറുന്നു എങ്കിൽ അവിടെ ഈഗോ വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. നമ്മളിവിടെ സാധാരണ പറയുന്ന ഈഗോ അല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഈഗോ ക്ലാഷ് പറയാറുണ്ടല്ലോ, ആ ഈഗോ അല്ല ഇവിടെ പറയുന്ന ഈഗോ എന്ന് ഓർത്തിരിക്കുക. ദെൻ ഇറ്റ് ഡിലേസ് സാറ്റിസ്ഫൈങ് ഇത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ആണ്. എത്രയും പെട്ടെന്ന് തനിക്ക് എന്ത് ചെയ്യുക, തൻ്റെ കാര്യം നേടുക, അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിനെ ഡിലേ ചെയ്യിക്കും. അഥവാ പ്ലഷർ അല്ല വേണ്ടത്, പരിസരം നോക്കുക, പരിസരം നോക്കി പെരുമാറുക എന്നതാണ് ഈഗോയുടെ പ്രത്യേകത. അപ്പോൾ ഈഗോയാണ് ഇതിൻ്റെ സാറ്റിസ്ഫൈയിങ്ങിനെ ഡിലേ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ചാനൽസ് അവർ ബിഹേവിയർ ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ വേ. അപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട്
സാമൂഹിക സ്വീകാര്യത ഉള്ള രീതിയിൽ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിലുള്ളതുപോലെ അധികം ഫ്രീഡം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അവിടെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം, അല്ലെ? വീട്ടിൽ ചെയ്യുന്നത് പോലെ പുറത്തു പോയി ചെയ്യാൻ കഴിയില്ല. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം എന്ന ആ ഒരു ബോധം ഉണ്ടാക്കി തരുന്നത് ഈഗോയാണ്, അല്ലെ? ഈഗോയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികൾ വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും, അല്ലെ? ഭയങ്കര ബഹളമായിരിക്കും, അല്ലെങ്കിൽ അവന് യഥേഷ്ടം കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആള് സൈലന്റ് ആയിരിക്കും. നമ്മൾ പറയും വീട്ടിലൊക്കെ ഭയങ്കര ശബ്ദമാണല്ലോ, പുറത്ത് വരുമ്പോൾ ശബ്ദം ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ മനസ്സിലാക്കുക, വീട്ടിൽ അവൻ നിശബ്ദനല്ല, പുറത്തിറങ്ങുമ്പോൾ നിശബ്ദനാണ് എങ്കിൽ അവന്റെ ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ റിയാലിറ്റി അവൻ തിരിച്ചറിയുന്നു, ചുറ്റുപാട് അവൻ തിരിച്ചറിയുന്നു, അതനുസരിച്ച് അഡാപ്റ്റബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദെൻ എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ഈഗോ ഈസ് ദാറ്റ് ഓഫ് മീഡിയേറ്റർ. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ ആണ്. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ഹാർമണി ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് ദ ഈത്ത് ആൻഡ് ദ സൂപ്പർ ഈഗോ. അപ്പോൾ പുറം ലോകവും ഇതും തമ്മിലുള്ള മീഡിയേറ്റർ, അതിനിടയിലുള്ള മീഡിയേറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന സൂപ്പർ ഈഗോ, ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള മീഡിയേറ്റർ. ഇതൊക്കെയാണ് ഈഗോ. അപ്പൊ ഈഗോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡും ഇതും തമ്മിലുള്ള, ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ ഇടയിലുള്ള മീഡിയേറ്റർ ആണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈഗോയാണ് മീഡിയേറ്റർ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് തന്നെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ അത് നടുക്കല്ലേ വരുന്നത്. അപ്പൊ മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഈഗോ ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് സൂപ്പർ ഈഗോ, മൂന്നാമത്തത് സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോ ആകുമ്പോൾ ദ സൂപ്പർ ഈഗോ ഈസ് റെഫേർഡ് ടു ആസ് ദ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ. പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? സമ്പൂർണത അല്ലെങ്കിൽ പൂർണ്ണതാ തത്വം അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിളിൽ പെരുമാറുന്നത് സൂപ്പർ ഈഗോയാണ്. അപ്പൊ പ്ലഷർ പ്രിൻസിപ്പിളിൽ ഇത്, റിയാലിറ്റി പ്രിൻസിപ്പിളിൽ ഈഗോ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾ, പെർഫെക്ഷൻ പ്രിൻസിപ്പിളിൽ പെരുമാറുന്നത് സൂപ്പർ ഈഗോയാണ്. ദ സൂപ്പർ ഈഗോ വിച്ച് ഡെവലപ്സ് ബിറ്റ്വീൻ ഏജസ് 3 and 6. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്ന കാലം. ആൻഡ് ഇന്റർലൈസ് ദ വാല്യൂസ് ആൻഡ് മോറൽസ് സെറ്റ് ഫോർത്ത് ബൈ പ്രൈമറി കെയർ ഗീവേഴ്സ്. അപ്പൊ കുട്ടിയെ ആരാണോ വളർത്തുന്നത് അതാണ് അവന്റെ പ്രൈമറി കെയർ ഗീവേഴ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ അമ്മ ആകാനാണ് സാധ്യത, കൂടുതലും അമ്മയാണ് ആകുന്നത്. അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ നോക്കുന്നത് അതാണ് പ്രൈമറി കെയർ ഗീവേഴ്സ്. അപ്പൊ പ്രൈമറി കെയർ ഗീവേഴ്സിൽ നിന്നാണ് കുട്ടിക്ക് മൊറാലിറ്റി അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വാല്യൂസ് വളർത്ത് വലുതാക്കുന്നത് സൂപ്പർ ഈഗോ ആണ്, അല്ലെങ്കിൽ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് ഇത്തരം വാല്യൂസിലൂടെയാണ്. അപ്പൊ കുട്ടിയെ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നു അതനുസരിച്ച് കുട്ടി വളർന്ന് വലുതായി വരും. അവന്റെ മൊറാലിറ്റി വരുന്നത് ആ ഒരു രീതിയിലാണ്. The super ego is important in the socialization of the individual as it assists the ego in the control of its impulses. So ഇത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യലൈസേഷൻ പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സൂപ്പർ ഈഗോയാണ് ഈഗോയെ അസിസ്റ്റ് ചെയ്യുന്നത്. റിയാലിറ്റി അനുസരിച്ച് പെരുമാറുന്നത് ഈഗോയാണ്. അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യുന്നത് സൂപ്പർ ഈഗോയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈഗോ ആണല്ലോ. അപ്പൊ ആ ഈഗോയെ അസിസ്റ്റ് ചെയ്ത് വരുന്നത് സൂപ്പർ ഈഗോ ആണ്. അപ്പൊ ഒരാൾക്ക് ഈഗോ വന്നിട്ട് സൂപ്പർ ഈഗോയിലേക്ക് വരും. അതിനൊരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യില്ല, അല്ലേ? ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്നു, ഷോപ്പിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അപ്പൊ നല്ല തിരക്കുള്ള ഷോപ്പാണ്, നമ്മളല്ല ഒരാൾ കരുതുക കേട്ടോ, നല്ല തിരക്കുള്ള ഷോപ്പാണ്. അയാൾ സാധനം വാങ്ങി ബില്ല് ചെയ്യാതെ പോയി കഴിഞ്ഞാലും ആരും തിരക്കാൻ പോകുന്നില്ല എന്നൊരാൾക്ക് മനസ്സിലാവും, അല്ലെ? നല്ല തിരക്കുള്ള സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഓണർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ബില്ല് കൊടുക്കുന്നു, ഓണർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ബില്ല് കൊടുക്കാതെ പോകുന്നു. അത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, അല്ലേ? കാരണം ഓണർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബില്ല് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പൊ റിയാലിറ്റി അനുസരിച്ച് പെരുമാറുമ്പോൾ അത് ഈഗോ ആണ്. എന്നാൽ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓണർ നോക്കിയാലും ഇല്ലെങ്കിലും ഞാൻ പൈസ കൊടുക്കണം, കാരണം അതെൻ്റെ ബാധ്യതയാണ്, അതാണ് മൊറാലിറ്റി. അപ്പോൾ അത് സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. മനസ്സിലായോ? അപ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മൊറാലിറ്റിയാണ്. ഈഗോ ആവുമ്പോൾ ചെയ്യുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല, സാഹചര്യം അനുസരിച്ച് പെരുമാറുന്നു എന്നേ ഉള്ളൂ, അല്ലേ? റിയാലിറ്റി അനുസരിച്ച് പെരുമാറുന്നു. സൂപ്പർ ഈഗോ വരുന്ന സമയത്ത് അങ്ങനെയല്ല, മൊറാലിറ്റിയാണ്. ആര് നോക്കട്ടെ നോക്കാതിരിക്കട്ടെ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക, അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യുക. അതാണ് സൂപ്പർ ഈഗോയുടെ പ്രത്യേകത. ഓക്കെ അല്ലേ? അപ്പൊ സൂപ്പർ ഈഗോ എന്നുള്ളത് സോഷ്യലൈസേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സൂപ്പർ ഈഗോയാണ്. ഈഗോ എന്ന് വരുമ്പോൾ ഈഗോ പ്രവർത്തിക്കുന്ന സമയത്ത് സാഹചര്യം അനുസരിച്ച് നമ്മൾ അഡാപ്റ്റബിൾ ആകുന്നു എന്നേ ഉള്ളൂ. മറിച്ച് വാല്യൂസ് മറ്റു കാര്യങ്ങളും മുറുകെ പിടിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. അപ്പൊ ഒരു വ്യത്യാസം മനസ്സിലാക്കുക, അല്ലേ? കൗണ്ടറിൽ ആളുണ്ടെങ്കിൽ മാത്രം ബില്ലടയ്ക്കുന്നത് ഈഗോ,
കൗണ്ടറിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബില്ലടച്ചിട്ടേ ഞാൻ അവിടെ നിന്ന് പോകൂ എന്ന് പറയുന്നത് സൂപ്പർ ഈഗോയാണ്. വെൻ ദ സൂപ്പർ ഈഗോ ബിക്കംസ് റിജിഡ് ആൻഡ് പ്യൂണിറ്റീവ്, പ്രോബ്ലംസ് വിത്ത് ലോ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ലോ എസ്റ്റീം അറൈസ്. എന്നാൽ സൂപ്പർ ഈഗോ അത് അധികം റിജിഡ് ആകാനും പാടില്ല അല്ലേ. റിജിഡ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സാധനത്തിന് ഒരു കൺട്രോൾ ഉണ്ടാകണം, അതിനും ഒരു കൺട്രോൾ ഉണ്ടാകണം. സൂപ്പർ ഈഗോ അങ്ങോട്ട് റിജിഡ് ആയി കഴിഞ്ഞാൽ എല്ലാം കണിശതയോടെ കൂടി ചെയ്യൂ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം വരും അല്ലേ. അവിടെ ലോ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം കുറയുക എന്നുള്ള പ്രശ്നം വരുന്നു. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം, നമ്മോട് തന്നെ എന്തുണ്ടാകില്ല, ആദരവുണ്ടാകില്ല. അപ്പൊ സൂപ്പർ ഈഗോ കൂടിയാലും പ്രശ്നമാണ് അല്ലെ. നമ്മൾ പറയും അവന് റൂൾ എന്നൊരു സാധനമേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ, റൂൾസ് മാത്രമല്ല നോക്കേണ്ടത്, റൂൾസ് ഫോളോ ചെയ്യുന്നത് സൂപ്പർ ഈഗോ അനുസരിച്ചാണ്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും റൂൾസ് മാത്രമല്ല ഫോളോ ചെയ്യേണ്ടത്, ചില സമയത്ത് നമ്മൾക്ക് ഈഗോയും വേണ്ടി വരും അല്ലെ. അപ്പോൾ ഈഗോയും നമുക്ക് ചിലപ്പോൾ റിയാലിറ്റിയെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സോഷ്യലൈസേഷൻ ഏറ്റവും പ്രധാനം സൂപ്പർ ഈഗോയാണ്. എന്നാൽ റൂൾസ് മാത്രം ഫോളോ ചെയ്താൽ അതും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇങ്ങനെയല്ലേ റൂൾ, അപ്പോൾ ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതാ. അതേപോലെ നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മോട് എന്തുണ്ടാവില്ല, ഒരു ആദരവുണ്ടാവില്ല. സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടും. കാരണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, റൂൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ മതി, എനിക്ക് ഇമ്പോർട്ടൻസ് വേണ്ട എന്ന തലത്തിലേക്കൊക്കെ മാറും. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. സോഷ്യലൈസേഷന് പ്രധാനം സൂപ്പർ ഈഗോയാണ്. എന്നാൽ സൂപ്പർ ഈഗോ അങ്ങോട്ട് റിജിഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, റൂൾസ് ഈസ് റൂൾസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഫിഡൻസിൽ പ്രശ്നം ഉണ്ടാവും അല്ലേ, യാഥാർത്ഥ്യ ബോധം ഉണ്ടാവില്ല. അപ്പൊ എല്ലാം വേണം, നമുക്ക് ഈഗോയും വേണം, സൂപ്പർ ഈഗോയും വേണം. സൂപ്പർ ഈഗോയ്ക്ക് നമ്മളൊരു ലിമിറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ സൂപ്പർ ഈഗോയെ സിഗ്മണ്ട് ഫ്രോയിഡ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫ്രോയിഡ് ഡിവൈഡഡ് ദ സൂപ്പർ ഈഗോ ഇൻടു 2 പാർട്സ്. മനസ്സിലാക്കി വെക്കുക, PYQ ആണ് ഇത്. പല പാഠഭാഗങ്ങളിലും ചിലപ്പോൾ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് PSC ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. Sigmund Freud divided the super ego into 2 parts, the ego ideal and the conscience. സൂപ്പർ ഈഗോയെ രണ്ട് രീതിയിൽ അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. ഈഗോ ഐഡിയൽ, അതേപോലെ കോൺസയൻസ്. എന്താണ് വ്യത്യാസം? The ego ideal is the idealistic view of what is right. ഏതാണ് ശരി എന്ന വീക്ഷണമാണ് ഈഗോ ഐഡിയൽ എന്ന് പറയുന്നത്. While the conscience is that sense of guilt. ഇനി കോൺസെൻസ് എന്ന് പറഞ്ഞാൽ കുറ്റബോധമാണ്. അപ്പോൾ സൂപ്പർ ഈഗോയെ 2 ഭാഗമായിട്ട് തിരിക്കുന്നു. അതിലൊന്ന് ഈഗോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ശരി ഏത് എന്ന ബോധമാണ് ഈഗോ ഐഡിയൽ. കോൺസെൻസ് എന്ന് പറഞ്ഞാൽ കുറ്റബോധമാണ്, ഓർ ദ വ്യൂ ഓഫ് വാട്ട് ഈസ് കൺസിഡർഡ് റോങ്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പൊ ശരി ഏത് എന്ന് നിർണ്ണയിക്കുന്നത് ഈഗോ ഐഡിയലും, കോൺസെൻസ് എന്ന് പറഞ്ഞാൽ തെറ്റ് ഏത് എന്ന്, അഥവാ കുറ്റത്തെ കുറിച്ചുള്ള ബോധം, അതാണ് കോൺസെൻസ് അല്ലെ. സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത് തന്നെ ശരി തെറ്റുകൾ നിർണ്ണയിക്കാനാണ്. അത് ശരിയെ നിർണ്ണയിക്കുന്നത് ഈഗോ ഐഡിയലും, തെറ്റിനെ നിർണ്ണയിക്കുന്നത് കോൺസയൻസുമാണ്. ദ സൂപ്പർ ഈഗോ ഇന്ററാക്ട്സ് വിത്ത് 2 other personality parts, the ego, the id. അപ്പോൾ സൂപ്പർ ഈഗോയ്ക്ക് പേഴ്സണാലിറ്റി ഭാഗത്തിലെ ഇതും ഈഗോയുമായിട്ട് എന്തുണ്ട്, ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ എല്ലാ പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സിനും പരസ്പരം ബന്ധമുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എല്ലാത്തിനും പരസ്പരം ബന്ധമുണ്ട്. എല്ലാ വ്യക്തികളിലും ഈ 3 ഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ നമ്മൾ ഇതായിരിക്കും പ്രവർത്തിക്കുക. വിശക്കുന്ന സമയത്ത് ഇതാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ കുറച്ച് ഡയറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കഴിക്കേണ്ട, കുറച്ച് കഴിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഈഗോ പ്രവർത്തിക്കുന്നു. ദെൻ സൂപ്പർ ഈഗോ, ഇപ്പോൾ ഭക്ഷണം കഴിക്കണോ, ഇതിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ടൈമാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആഹാരം തീരെ തൊടാൻ പാടില്ല എന്ന ചിന്ത വരുമ്പോൾ അത് സൂപ്പർ ഈഗോ. ഇത് കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന ചിന്ത പ്രവർത്തിക്കുമ്പോൾ സൂപ്പർ ഈഗോ. അപ്പൊ ഇത് ഈഗോ, സൂപ്പർ ഈഗോ 3 നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? സോ നമ്മളിവിടെ സ്ട്രക്ചേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ് പറഞ്ഞത്, പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറാണ് പറഞ്ഞത്. ഇനി ഡൈനാമിക്സ് അനുസരിച്ച്, ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ചലനാത്മകതയാണ് അല്ലേ. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സാധനമല്ല, അതിങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ ഡൈനാമിക്സ് അനുസരിച്ച് പേഴ്സണാലിറ്റിയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫ്രോയിഡ് ബിലീവ് ദാറ്റ് സൈക്കിക് എനർജി is the force or the impetus required for mental functioning. നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജം വേണം അല്ലേ, ഒരു സൈക്കിക് എനർജി വേണം.
എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ദെൻ ഒറിജിനേറ്റിംഗ് ഇൻ ദ ഇഡ് ഇൻസ്റ്റിങ്ക്റ്റിവ്ലി ഫുൾഫിൽ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. സോ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നു, അല്ലെ? ഇതിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നു. വിശപ്പ്, ദാഹം, സെക്ഷൽ ഡിസൈർസ് പോലുള്ള ശാരീരിക ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നു. ആസ് എ ചൈൽഡ് മെച്യൂർസ്, അങ്ങനെ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി വലുതാകുമ്പോൾ സൈക്കിക് എനർജി ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ ഇത് ടു ഫോം ദ ഈഗോ. ഇത് മാറി ഈഗോയിലേക്ക് വരുന്നു. ദെൻ ഫോം ദ ഈഗോ ടു ഫോം ദ സൂപ്പർ ഈഗോ. പിന്നെ കുറച്ചുകൂടി വലുതാകുമ്പോൾ സൂപ്പർ ഈഗോ. അപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇതാണുള്ളത്. കുറച്ചുകൂടി മുതിർന്നു വരുമ്പോൾ ഈഗോ വരുന്നു, പിന്നെ സൂപ്പർ ഈഗോയിലേക്ക് വരുന്നു. സോ സൈക്കിക് എനർജി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ ദീസ് 3 പേഴ്സണാലിറ്റി കോമ്പണൻസ്. അപ്പോൾ നമ്മുടെ സൈക്കിക് എനർജി, നമ്മുടെ മാനസിക ഊർജം ഈ 3 പേഴ്സണാലിറ്റി കോമ്പണന്റിലും ഉണ്ട്. Largest trait to maintain a balance between impulsive behavior of id and the idealistic behavior of the super ego. അപ്പോൾ ഈ ഒരു സൈക്കിക് എനർജി കൂടുതൽ അതിൻ്റെ എനർജി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൂടുതൽ ശ്രമിക്കുന്നത് ഇമ്പൾസീവ് ബിഹേവിയർ ആയിട്ടുള്ള, അഥവാ നമുക്ക് തോന്നിയതുപോലെ ചെയ്യുന്ന ഇദം, ആദർശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സൂപ്പർ ഈഗോ, ഇവകളെ തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പണി, അല്ലെ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഞാൻ ശരി മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സൂപ്പർ ഈഗോ. ഇവകളെ തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇഫ് ആൻ എക്സസീവ് എമൗണ്ട് ഓഫ് സൈക്കിക് എനർജീസ് ഈസ് സ്റ്റോർഡ് ഇൻ വൺ ഓഫ് ദീസ് പേഴ്സണാലിറ്റി കോമ്പണന്റ്സ്, ബിഹേവിയർ വിൽ റിഫ്ലക്ട് ദ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മുടെ സൈക്കിക് എനർജി, നമ്മുടെ മാനസിക ഊർജം എവിടെയാണോ കൂടുതലുള്ളത്, ഇതിലാണ് കൂടുതലുള്ളത് എങ്കിൽ നമ്മൾ തോന്നിയതുപോലെ ചെയ്യുന്ന ആളായിരിക്കും. ഈഗോയിലാണ് കൂടുതലുള്ളത് എങ്കിൽ നമ്മൾ എന്തായിരിക്കും? റിയാലിറ്റി അനുസരിച്ച് ചെയ്യുന്ന ആളായിരിക്കും. സൂപ്പർ ഈഗോയിലാണ് കൂടുതലുള്ളത് എങ്കിൽ മൊറാലിറ്റി അനുസരിച്ച് ചെയ്യുന്ന ആളായിരിക്കും. ഫോർ ഇൻസ്റ്റാൻസ്, ഇമ്പൾസീവ് ബിഹേവിയർ വിൽ പ്രിവെയിൽ വെൻ എക്സസീവ് സൈക്കിക് എനർജി സ്റ്റോർഡ് ഇൻ ഇത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലാണ് നമ്മുടെ എനർജി കൂടുതലുള്ളത് എങ്കിൽ നമ്മൾ തോന്നിയതുപോലെ ചെയ്യുന്ന ആളായിരിക്കും. ദെൻ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഈഗോ വിൽ റിഫ്ലക്ട് സെൽഫ് അബ്സോർബ്ഡ് ഓർ നാർസിസിസ്റ്റിക് ബിഹേവിയർ. ഇനി നമുക്ക് ഈഗോയിലാണ് കൂടുതൽ ഉള്ളത് എങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഒരു നാർസിസിസ്റ്റ് ബിഹേവിയർ. നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മോട് തന്നെ ആരാധന തോന്നുന്ന ഒരു സാധനമാണ് നാർസിസം എന്ന് പറയുന്നത്. അപ്പോൾ നാർസിസിസ്റ്റ് ബിഹേവിയർ ഉണ്ടാകും. ഇനി ആൻ എക്സസ് വിത്തിൻ ദ സൂപ്പർ ഈഗോ വിൽ റിസൾട്ട് ഇൻ റിജിഡ് സെൽഫ് ഡിപ്രിക്കേറ്റിംഗ് ബിഹേവിയേഴ്സ്. അപ്പോൾ യാഥാർത്ഥ്യബോധം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മോട് തന്നെ, യാഥാർത്ഥ്യബോധം എന്ന് പറയുമ്പോൾ നാം നമ്മയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്, അല്ലേ? പരിസരം അനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ അവിടെ നമ്മുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയെ മറ്റുള്ളവർ മാനിക്കുകയാണ്. അപ്പോൾ സ്വയം ആദരവ് അങ്ങോട്ട് കൂടുന്നു, നാർസിസം കൂടുന്നു. നാർസിസം, സ്വയം സ്നേഹം തോന്നുന്ന അവസ്ഥയാണ് നാർസിസം എന്ന് പറയുന്നത്. ഇനി സെൽഫ് റെസ്പെക്ട് എന്നത് കുറയുന്നത് സൂപ്പർ ഈഗോ കൂടുമ്പോഴാണ്. മൊറാലിറ്റി വരുന്ന സമയത്ത് മൊറാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്, എനിക്കല്ല ഇമ്പോർട്ടൻസ് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ സൂപ്പർ ഈഗോയിലേക്ക് പോകുന്ന സമയത്ത് നാം നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം താഴേക്ക് പോകുന്നു. മനസ്സിലായോ? ഇതനുസരിച്ച് പെരുമാറുമ്പോൾ നമ്മൾ തോന്നിയതുപോലെ ചെയ്യുന്നു. ഈഗോ അനുസരിച്ച്, ഈഗോ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ള ബോധം കൂടുതലായിരിക്കും, കേട്ടോ. നമ്മെക്കുറിച്ചുള്ള ബോധം കൂടുതലായിരിക്കും. എന്നാൽ സൂപ്പർ ഈഗോയാണ് കൂടുന്നതെങ്കിലോ, സൂപ്പർ ഈഗോ കൂടുന്ന സമയത്ത് നമുക്ക് നമ്മോട് തീരെ താല്പര്യം ഉണ്ടാവില്ല, റൂൾസ് ആണ് നമ്മൾ കൂടുതൽ അഡ്ഹർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ദെൻ അദ്ദേഹം മനുഷ്യ മനസ്സിന്റെ ലെവൽസിന്, അഥവാ 3 ലെവൽസ് ഓഫ് അവയർനെസ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ 3ആയിട്ട് തരംതിരിച്ചു. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന രീതിയിൽ തരംതിരിച്ചു. ഇനി മനുഷ്യന്റെ മനസ്സിനെ, അല്ലെങ്കിൽ അതിന്റെ ലെവൽസ് ഓഫ് അവയർനെസ്സിനെ 3ആയിട്ട് തരംതിരിക്കാൻ പോവാണ്. 3 ലെവൽസ് ഓഫ് അവയർനെസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പറഞ്ഞു. ദെൻ എന്താണ് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതല്ല, നമ്മുടെ സൈക്കിക് എനർജി എവിടെയാണോ കൂടുതൽ അവിടെ നമ്മൾ ആ ഒരു സ്വഭാവം കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഇതിലാണ് കൂടുതൽ എനർജി ഉള്ളതെങ്കിൽ അതനുസരിച്ചുള്ള പ്രവർത്തനം വരുന്നു. ഈഗോയിലാണെങ്കിൽ അങ്ങനെ, സൂപ്പർ ഈഗോയിലാണെങ്കിൽ അങ്ങനെ. ഇനി 3 ലെവൽസ് ഓഫ് അവയർനെസ്, അഥവാ മനുഷ്യന്റെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിനെ 3ആയിട്ട് അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. The human personality functions on the 3 levels of
അവയർനെസ്. 3 ബോധമാണ് മനുഷ്യനുള്ളത് കേട്ടോ. മനുഷ്യന്റെ ബോധം അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധതലം 3 രീതിയിലാണ്. കോൺഷ്യസ് ബോധമനസ്സ്, പ്രികോൺഷ്യസ് അഥവാ സബ് കോൺഷ്യസ് ഉപബോധ മനസ്സ്, ദെൻ അൺകോൺഷ്യസ് അബോധ മനസ്സ്. അപ്പൊ മനുഷ്യന്റെ മാനസിക തലങ്ങൾ 3 തരത്തിൽ: ബോധം, ഉപബോധം, അബോധം. കോൺഷ്യസ്, പ്രികോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. പ്രികോൺഷ്യസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് സബ് കോൺഷ്യസ് കേട്ടോ. സബ് കോൺഷ്യസും അത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി കോൺഷ്യസ്നെസ് അഥവാ ബോധമനസ്സ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് എക്സിസ്റ്റ് ഇൻ എ പേഴ്സൺസ് ഇമ്മീഡിയറ്റ് അവയർനെസ്. നമ്മുടെ പെട്ടെന്നുള്ള ബോധമാണ്. ചിന്ത, ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഫീൽ ചെയ്യുക. ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് കോൺഷ്യസ്നെസ് അഥവാ ബോധമാണ്. അപ്പോൾ ചിന്ത കൊണ്ടും മനസ്സിലാക്കൽ കൊണ്ടും അനുഭവം കൊണ്ടും നാം ആർജിച്ചെടുക്കുന്നതാണ് ബോധമനസ്സ്. ഇനി ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ പ്രികോൺഷ്യസ് സബ് കോൺഷ്യസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ആക്സസബിൾ ടു അവയർനെസ്. അത് നമ്മുടെ ബോധതലത്തിലേക്ക് വരില്ല. കോൺഷ്യസ്നെസ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് അവയർനെസ് ആയിട്ട് വരും, പെട്ടെന്ന് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വരുന്നു. എന്നാൽ പ്രികോൺഷ്യസ് ഉപബോധ മനസ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇമ്മീഡിയറ്റ് അവയർനെസ്സിലേക്ക് വരില്ല, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുകയില്ല. അൺലൈക്ക് കോൺഷ്യസ് ആൻഡ് പ്രികോൺഷ്യസ് കണ്ടന്റ് ഇൻ ദ അൺകോൺഷ്യസ് റിമെയിൻ ഇൻആക്സസിബിൾ ഫോർ ദ മോസ്റ്റ് പാർട്ട്. ഇനി അൺകോൺഷ്യസ് ആണെങ്കിലോ അത് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് വരികയില്ല. മനസ്സിലായോ? അപ്പൊ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവില്ല, കുറച്ച് സമയം എടുത്തായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് വരുന്നത്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനേ കഴിയില്ല. അബോധ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ കുറച്ച് പണിപെട്ട് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓർത്തെടുക്കാൻ കഴിയും. ബോധ മനസ്സിലുള്ള കാര്യമോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓർത്തെടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് വേണ്ടത്? നിങ്ങളുടെ ബോധ മനസ്സിലാണ് വേണ്ടത്. അപ്പോഴാണ് അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുക. ഇല്ലെങ്കിൽ അത് അബോധ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ദ അൺകോൺഷ്യസ് എഫക്ട്സ് ഓഫ് ഓൾ 3 പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സ് ഇത് ഈഗോ ആൻഡ് ദ സൂപ്പർ ഈഗോ. അപ്പൊ നമ്മുടെ അൺകോൺഷ്യസ് എഫക്റ്റ് നമ്മുടെ അബോധ മനസ്സിനെ ഇതും ഈഗോയും സൂപ്പർ ഈഗോയും എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും although its content resides totally in the unconscious, the super ego and the ego have aspects in all the 3 levels of consciousness. അപ്പോൾ നമ്മൾ പൊതുവെ ഇതും ഈഗോയും സൂപ്പർ ഈഗോയും എല്ലാ തലങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് എപ്പോഴും നമ്മുടെ അൺകോൺഷ്യസ് ലെവലിലാണ് കിടപ്പുള്ളത്. ഈഗോയും സൂപ്പർ ഈഗോയും 3 തലങ്ങളിലും കിടപ്പുണ്ടാവും. മനസ്സിലായോ? അഥവാ നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ചില ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അവരറിയാതെ തന്നെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു മോഷണ പ്രവണത ഉള്ള ആളുകൾ അവരറിയാതെ തന്നെ മോഷ്ടിക്കും അല്ലേ? ഇപ്പോൾ ക്ലെപ്റ്റോമാനിയൊക്കെ വരുന്നുണ്ട്. അവരറിയാതെ തന്നെ സാധനങ്ങൾ എടുക്കുന്നു. കാരണം അത് അവരുടെ അബോധ മനസ്സിലാണ് കിടക്കുക. അപ്പോൾ ഇത് കിടക്കുന്നത് അബോധ മനസ്സിലാണ്. ദെൻ ഇത് ഈഗോ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ ഈഗോയ്ക്കും സൂപ്പർ ഈഗോയ്ക്കും കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്ന തലങ്ങളിലേക്കാണ് അവരുടെ മെയിൻ ഫോക്കസ് വരുന്നത്. മനസ്സിലായോ? സോ നമുക്ക് ഇങ്ങനെ പറയാം, ഈഗോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കോൺഷ്യസിലും വരുന്നു, പ്രീ കോൺഷ്യസിലും വരുന്നു. ഇവിടെ ചിത്രം കണ്ടില്ലേ? മനുഷ്യ മനസ്സിനെ മഞ്ഞുകട്ടയോടാണ് ആരുപമിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് ഉപമിച്ചിട്ടുള്ളത്. PSCയുടെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. മനുഷ്യ മനസ്സിനെ മഞ്ഞുകട്ടയോട് ഉപമിച്ച മനഃശാസ്ത്രജ്ഞൻ അഥവാ ഐസ്ബർഗിനോട് ഹ്യൂമൻ മൈൻഡിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഈ ഒരു മഞ്ഞുകട്ടയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് സങ്കല്പിക്കുക. ഇതിൽ ഏറ്റവും താഴ്ഭാഗത്ത് ഇതാണ്, കണ്ടില്ലേ? ഇത് നമ്മുടെ അൺകോൺഷ്യസ് ലെവലാണ്. സമുദ്രത്തിന്റെ താഴ്ഭാഗത്തുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ? ടൈറ്റാനിക് വന്ന് മഞ്ഞുകട്ടയിൽ ഇടിക്കാനുള്ള കാരണം അവിടുത്തെ നാവികർ നോക്കുന്ന സമയത്ത് ചെറിയൊരു മഞ്ഞുകട്ടയാണ്. അതിന്റെ താഴ്ഭാഗത്ത് അത്രയും ആഴത്തിൽ അല്ലെങ്കിൽ അത്രയും കനത്തിൽ മഞ്ഞുണ്ട് എന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ താഴ്ഭാഗത്ത് അവർ കാണാൻ കഴിയാതെ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗം നമ്മുടെ മനസ്സിന്റെ അൺകോൺഷ്യസ് ലെവലാണ്, അഥവാ
നമുക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല കേട്ടോ. അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല, പക്ഷെ അത് വളരെ വിശാലമായിട്ട് കിടപ്പുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നതാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ലെവൽ. അൺകോൺഷ്യസ് ലെവൽ ഇവിടെ തന്നെയാണ് നമ്മുടെ ഇതും ഉള്ളത്. അപ്പൊ നമ്മുടെ ഇത് അൺകോൺഷ്യസ് ലെവലിലാണ്. അപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാവില്ല, അതിങ്ങനെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ദെൻ അതിന് മുകളിലാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് വരുന്നത് ഇത്രയും ഭാഗത്താണ് ഉപബോധ മനസ്സ്. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്? സൂപ്പർ ഈഗോയും വരുന്നുണ്ട്, ഈഗോയും വരുന്നുണ്ട്. കണ്ടോ, സൂപ്പർ ഈഗോയും വരുന്നുണ്ട്, ഈഗോയും വരുന്നുണ്ട്. അൺകോൺഷ്യസ് ലെവലിൽ ഇത് പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ലെവലിലാണ്. എന്നാൽ അവിടെ ഇത് സൂപ്പർ ഈഗോയും ഈഗോയുടെയും ചെറിയ ഭാഗങ്ങൾ എവിടെ കിടപ്പുണ്ട്? അൺകോൺഷ്യസ് ലെവലിലുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ലെവലിലാണ്. ഇനി കോൺഷ്യസ് ലെവൽ അഥവാ നമുക്ക് അവയർനെസ് ഉള്ള നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളാണ് കോൺഷ്യസ് ലെവൽ. അപ്പൊ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? കോൺഷ്യസ് ലെവൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ചെറിയൊരളവിൽ സൂപ്പർ ഈഗോയും വരുന്നുണ്ട്, ഈഗോയും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കുക, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് അത് കോൺഷ്യസ് ലെവലാണ്. നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും, പക്ഷെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാത്തത് ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് തീരെ ഓർത്തെടുക്കാൻ കഴിയാത്തത് അബോധ മനസ്സിലുള്ള കാര്യമാണ്. ഇതുള്ളത് അബോധ മനസ്സിലാണ്. ഇനി ഈഗോയും സൂപ്പർ ഈഗോയും എവിടെയുണ്ട്? കോൺഷ്യസിലും ഉണ്ട്, സബ് കോൺഷ്യസിലും ഉണ്ട്, അൺകോൺഷ്യസിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ സം ഐഡിയാസ്, മെമ്മറീസ്, feelings or motives which are disturbing, forbidden and unacceptable and anxiety producing are repressed from consciousness. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ഓർമ്മകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ, നമ്മളെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് പിന്നെ ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, ആക്സിഡന്റിന് ശേഷം ചില കാര്യങ്ങൾ മറന്നു പോകുന്ന ചില ക്യാരക്ടേഴ്സ്. അവർക്കങ്ങനെ മറന്നു പോകാൻ ഉള്ള കാരണം ആക്സിഡന്റ് എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും വലിയ ഇൻസിഡന്റ് ഉണ്ടാകുന്നു, മറവി സംഭവിക്കുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം, അവന്റെ കോൺഷ്യസിൽ ഉണ്ടായിരുന്ന ഓർമ്മകൾ നേരെ അൺകോൺഷ്യസിലേക്ക് പോവുകയാണ്. അൺകോൺഷ്യസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മയേ ഉണ്ടാവില്ല. സോ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങളെ അടിച്ചമർത്തുന്നതിന് നമ്മൾ റിപ്രസ്ഡ് മെമ്മറി എന്ന് പറയുന്നു കേട്ടോ. റിപ്രസ്ഡ് മെമ്മറി എന്ന് പറയുന്നു. So the process of repression itself is unconscious and automatic. It just happens without our knowledge. അപ്പോൾ അങ്ങനെ റിപ്രഷൻ നടക്കുന്നത്, നമുക്ക് വേദന ഉണ്ടാക്കുന്നത്, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കോൺഷ്യസിൽ നിന്നും അൺകോൺഷ്യസ് ലെവലിലേക്ക് പോകുന്നത്, അത് നമുക്കറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയുണ്ടായിരുന്നു എന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നോ നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാകില്ല. This repressed material continues to operate underground and converts the repressed conflicts into disturbed behavior and explained signs and symptoms. ഇങ്ങനെ അബോധ മനസ്സിലേക്ക് പോയി കടന്നുകൊണ്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നേരെ അബോധ മനസ്സിൽ കടന്ന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ മനസ്സിൽ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടാവും അല്ലെ. പല സിനിമകളും നിങ്ങൾ ഓർത്താൽ മതി, പല ക്രിമിനൽ സിനിമകളും കാണുന്ന സമയത്ത്, ഇത് സൈക്കോ ത്രില്ലേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് അതിൽ ആ ഒരു സൈക്കോ ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവരുടെ കുട്ടിക്കാലത്ത് ഇഷ്ടമില്ലാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. ഈ പ്രശ്നങ്ങളാണ് അവർ ഒരു സൈക്കോ എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ ഇത്തരം റിപ്രസ്ഡ് മെമ്മറീസ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ക്രിമിനലിനുണ്ടാകില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല. അയാൾ പിന്നെ വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ വിധേയമായി കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുകയുള്ളൂ. According to Freud, this repressed material is also responsible for some of our dreams, accidental slips of tongue. അപ്പോൾ നമ്മുടെ സ്വപ്നം ഉണ്ടാകുന്നതിന് കാരണം, അതേപോലെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്തത് നമ്മൾ പറയും അല്ലെ, അറിയാതെ കാര്യങ്ങൾ വായിൽ നിന്ന് വീണു പോകുന്നത്. സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നാക്ക് പിഴ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുക, നമ്മൾ അറിയാതെ സംസാരിച്ചു പോവുക. ഇതെല്ലാം ഈ റിപ്രസ്ഡ് മെമ്മറിയുടെ കാരണമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അപ്പോൾ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്ന ഒരു കാര്യം മിക്കവാറും നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കിടപ്പുണ്ടാവും. ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കിടക്കുന്ന സാധനമാണ് നമ്മുടെ സ്വപ്നത്തിലേക്ക് വരുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നാം പോലും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നാം തന്നെ അറിയാതെ നാവിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. ഓക്കെ, മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പറഞ്ഞു, അത് 3 ആണ് എന്ന് പറഞ്ഞു. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞു. അതിനുശേഷം മനുഷ്യ മനസ്സിന്റെ തലങ്ങൾ 3 ആണ് എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് കോൺഷ്യസ്. നമ്മുടെ നിയന്ത്രണത്തിൽ ചിലപ്പോൾ അഥവാ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്തത് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്. നമുക്ക് തീരെ തന്നെ എത്തിപ്പെടാൻ കഴിയാത്തത്, ഒരിക്കലും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തത് അൺകോൺഷ്യസ്. പിന്നെ മനസ്സിലാക്കുക, സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് അൺകോൺഷ്യസ് മൈൻഡിനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡിലെ ഓർമ്മകളാണ്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് നാം കൃത്യമായിട്ട് പഠന വിധേയമാക്കുന്ന സമയത്താണ് ഒരാളുടെ അസുഖങ്ങളെ കുറിച്ച്, അയാളുടെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. അപ്പോൾ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, ലെവൽസ് ഓഫ് മൈൻഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് ഏത് എന്ന് ചോദ്യം വന്നാൽ അൺകോൺഷ്യസ് മൈൻഡാണ്. എന്നാൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ലെവൽ ഓഫ് മൈൻഡിൽ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ നിയന്ത്രണത്തിൽ, പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ഏതെന്ന് ചോദിച്ചാൽ കോൺഷ്യസ് ആണ്. വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് കോൺഷ്യസ് മൈൻഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്, മനഃശാസ്ത്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കണമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡാണ്. കാരണം പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത, അത് കാരണമായിട്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മൾ എടുത്തു പഠിക്കേണ്ടത് എന്ന് ആര് പറയുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് തിയറിയിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് വരാം. ഫ്രോയിഡ്സ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. കേട്ടോ, ഫ്രോയിഡ്സ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എന്നും ഇതിന് പറയും. കേട്ടോ, സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. അപ്പോൾ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് 3 ആണ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി 3 ആണ്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് 5 ആണ്. കേട്ടോ, ഫ്രോയിഡ് ഡിസ്ക്രൈബ്ഡ് ഫോർമേഷൻ ഓഫ് പേഴ്സണാലിറ്റി ത്രൂ 5 stages of psychosexual development. നമ്മുടെ പേഴ്സണാലിറ്റി സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിന്റെ 5 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. 5 സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഓരോ പ്രായത്തിലും നമ്മുടെ സെക്ഷുവൽ ഡിസയേഴ്സ് അഥവാ സെക്ഷുവൽ ഇറോജനസ് സോൺ ഉണ്ട്. നമ്മുടെ ലൈംഗിക ചോദകങ്ങൾ ഉത്തേജിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് സോണിലാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏത് സോണിലാണോ സെക്ഷുവൽ ഇറോജനസ് സോൺ ആയിട്ട് വരുന്നത്, അതനുസരിച്ച് 5 സ്റ്റേജസ് ആണ് ഒരു വ്യക്തിയുടെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഫ്രോയിഡ് പ്ലേസ്ഡ് മച്ച് എംഫസിസ് ഓൺ ദ ഫസ്റ്റ് 5 years ഓഫ് ലൈഫ്. അപ്പോൾ ജീവിതത്തിന്റെ 5 വയസ്സ് വരെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ബിലീവ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ഡ്യൂറിംഗ് ദീസ് ഏർലി ഇയേഴ്സ് ബോ ഹെവിലി ഓൺ വൺസ് അഡാപ്റ്റേഷൻ പാറ്റേൺസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഇൻ അഡൽഹുഡ്. ഈ 5 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവന്റെ അഡൽട്ട്ഹുഡ്, അവന്റെ യൗവനത്തിലേക്ക് പോകുമ്പോഴുള്ള സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ജീവിത കാലയളവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് കുട്ടിക്കാലത്ത് അവൻ നേരിടേണ്ടി വരുന്ന എക്സ്പീരിയൻസ് ആണ് ഭാവി കാലത്ത് അഡൽട്ട്ഹുഡിലെ അവന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നിർണ്ണയിക്കുക. ഇനി നിങ്ങൾ ത്രില്ലർ സിനിമകൾ കാണുമ്പോഴെല്ലാം ഈ ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊരു ത്രില്ലർ സിനിമ കാണുമ്പോഴും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. കുട്ടിക്കാലത്ത് അവൻ ഇങ്ങനെ സംഭവിച്ചു, അത് കാരണമായിട്ട് അവന് ഇത്തരം ഒരു സ്വഭാവം ഉണ്ടായി. അതിന് കാരണം കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഒരാളുടെ യുവത്വകാലത്തെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത്. ഫിക്സേഷൻ ഇൻ ആൻ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വിൽ ഓൾമോസ്റ്റ് certainly result in psychopathology. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ ഒരാൾ നിന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അയാൾ ഫിക്സേഷൻ അഥവാ ഒരു സ്റ്റക്കായി പോയി എങ്കിൽ അവന് എന്തുണ്ടാകും? മാനസിക രോഗമുണ്ടാകും. അവന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് മുകളിലേക്ക് വികസിച്ച് വന്നില്ല, ഏതെങ്കിലും ഒരു ഏരിയയിൽ വെച്ച്. ഇപ്പോൾ 2ാമത്തെ സ്റ്റേജിൽ വെച്ച് ഒരാൾ സ്റ്റക്കായി, എന്നാൽ അയാളിൽ മാനസിക പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്.
അപ്പോൾ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് 5 അത് ഓരോന്നും പ്രായവും അടക്കം നമ്മൾ പഠിക്കുക. അതിൽ ഒന്നാമത്തത് ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മൗത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ജനനം മുതൽ 18 മാസം. ജനനം മുതൽ 18 എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 വയസ്സ് അല്ലെ. 0 to 1.5 years ആണ്. സോ നമ്മൾ പറഞ്ഞു ഓരോ പ്രായത്തിലും അവന്റെ ലൈംഗിക ചോദക മേഖല ഏതാണ്, സെക്ഷൽ എറോജനസ് സോൺ ഏതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ തരംതിരിക്കാറ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടിയുടെ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ അവന്റെ സെക്ഷൽ എറോജനസ് സോൺ എന്ന് പറയുന്നത് അവന്റെ മൗത്താണ്. സെക്ഷൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെക്ഷുവാലിറ്റിയുടെ ആ ഒരു പൂർണ്ണ തലം എന്ന ഉദ്ദേശത്തിലല്ല, അവന് സുഖം നൽകുന്നത് എന്ന അർത്ഥമേ ഉള്ളൂ കേട്ടോ. സെക്ഷുവാലിറ്റിയുടെ ആ ഒരു പൂർണ്ണ തലമല്ല, അവന് പ്ലഷർ കിട്ടുന്നത് മൗത്തിലാണ്. So the major development tasks during this stage are relief from anxiety through the oral gratification of needs. അവന് അവന്റെ വായിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ എന്ത് കിട്ടിയാലും ഈ പ്രായത്തിലെ കുട്ടികൾ എന്ത് ചെയ്യും, വായിലേക്ക് വെക്കും. അപ്പോൾ അത് അവനൊരു രസമാണ്. പേന കിട്ടിയാലും വായിലേക്ക് കൊണ്ടുവയ്ക്കുന്നു, റിമോട്ട് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുവയ്ക്കുന്നു, ടോയ്സ് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് രസം കിട്ടുന്നത് ഒരു എന്തെങ്കിലും ഒരു തിങ്ങി കിട്ടിയാൽ അത് വായിൽ വെക്കുന്ന സമയത്താണ്. വിരൽ വായിലേക്ക് വെക്കുന്നു, ഏത് ടോയ്സ് കൊണ്ടു കൊടുത്താലും വായിലേക്ക് വെക്കുന്നു. അപ്പോൾ അങ്ങനെ അവന്റെ ആൻസൈറ്റിയിൽ നിന്ന്, അതിന് കാരണം അവന് വിശപ്പ് വരുന്നു, ആ വിശപ്പ് മാറുന്നത് അവൻ പാല് കുടിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. അപ്പോൾ വായിലേക്ക് ഒരു സാധനം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ ആൻസൈറ്റി, തൻ്റെ ബുദ്ധിമുട്ട് മാറും എന്നാണ് കുട്ടിയുടെ ആ ഒരു സങ്കല്പം. അപ്പോൾ അവന് റിലീഫ് കിട്ടുന്നത് ഓറൽ ഗ്രാറ്റിഫിക്കേഷനിലൂടെയാണ്. അവന് വായിലേക്ക് പാല് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണോ അത് വെക്കുന്ന സമയത്ത് അവന് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നു. ഡ്യൂറിങ് ദി സ്റ്റേജ് ബിഹേവിയർ ഈസ് ഡയറക്റ്റഡ് ബൈ ദ ഇത്. നമുക്കറിയാം കുട്ടിക്കാലത്തെ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് ഇതാണ്. ദ ഫോക്കസ് ഓഫ് എനർജി ഇസ് ദ മൗത്ത്. അപ്പൊ അവിടെ എനർജി ഫോക്കസ് ചെയ്യുന്നത് മൗത്തിലാണ്. ദ ബേബി ഒബ്റ്റെയിൻസ് പ്ലഷർ ഫ്രം സക്കിങ്, ബൈറ്റിംഗ്, ചൂയിങ്, കാര്യങ്ങളൊക്കെ വായിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കടിച്ചുകൊണ്ട് ചവച്ചുകൊണ്ടൊക്കെയാണ് അവന് രസം കിട്ടുന്നത്. അതാണ് ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും വായിൽ കൊണ്ടുവയ്ക്കുക അല്ലെ. ദ ഇൻഫാന്റ് ഫീൽസ് എ സെൻസ് ഓഫ് അറ്റാച്ച്മെന്റ് ആൻഡ് ഈസ് അൺഎബിൾ ടു ഡിഫറൻഷിയേറ്റ് ദ സെൽഫ് ഫ്രം ദ പേഴ്സൺ ഹു ഈസ് പ്രൊവൈഡിങ് ദ മദറിങ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മദറിങ്, അവനെ പരിപാലിക്കുന്ന, അവനെ വളർത്തുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആയിരിക്കും ഈ പ്രായത്തിൽ. കുട്ടിക്ക് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവില്ല. കുട്ടി എപ്പോഴും അമ്മയുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ, അമ്മ തന്നെ വിട്ടുപോയാൽ കുട്ടി കരയുന്നു. പരിചയമില്ലാത്ത ആളുകളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. കാരണം കുട്ടിയുടെ കംപ്ലീറ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അമ്മയുമായിട്ടാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ അതാണ് ഓറൽ സ്റ്റേജ്. അപ്പോൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മൗത്തിലാണ് കുട്ടിയുടെ ആ ഒരു ഫോക്കസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. വായിലേക്ക് ഒരു സാധനം സക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ബൈറ്റ് കടിച്ചുകൊണ്ട് ച്യൂ ചെയ്തുകൊണ്ടാണ് കുട്ടി സുഖം അനുഭവിക്കുന്നത്. കുട്ടിക്ക് അവൻ്റെ അമ്മയുമായിട്ട് വളരെയധികം ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അറ്റ് ദ ഏജ് ഓഫ് 4 to 6 months, അപ്പോൾ 4-6 മാസം ആകുമ്പോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ഈഗോ വിൽ ബിഗിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 4-6 മാസം ആകുമ്പോൾ ഈഗോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് മാറി കുട്ടി ഈഗോയിലേക്ക് വരുന്ന സമയത്ത് ദ ഇൻഫാന്റ് സ്റ്റാർട്ട്സ് ടു വ്യൂ ദ സെൽഫ് ആസ് സെപ്പറേറ്റ് ഫ്രം ദ മദറിംഗ് ഫിഗർ. അപ്പോൾ 4 മാസം വരെ കുട്ടിയും അമ്മയും ഒന്നാണ്, എൻ്റെ ഒരു ഭാഗമാണ് അമ്മ എന്ന ചിന്തയായിരുന്നു കുട്ടിക്ക് ഉണ്ടാവുക. 4 to 6 മാസം ആകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ വേറെയാണ്, അമ്മ വേറെയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഞാൻ വേറെയാണ്, അമ്മ വേറെയാണ്, ഞാൻ കുഞ്ഞാണ്, അമ്മ വലുതാണ്, അമ്മ വേറെ പേഴ്സണാലിറ്റിയാണ്, ഞാൻ വേറെയാണെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നു. എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദ എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ് ഈസ് ഡെറൈവ്ഡ് ഔട്ട് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഫ്രം ഫുൾഫിൽമെന്റ് ഓഫ് ബേസിക് നീഡ്സ് ഡ്യൂറിംഗ് ദി സ്റ്റേജ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടിയുടെ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തൃപ്തി അല്ലെ. കുട്ടിയുടെ തൃപ്തി എന്ന് പറയുന്നത് തനിക്ക് സെക്യൂരിറ്റി കിട്ടുക, തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലുള്ള മറ്റാളുകൾ തന്നെ സെക്യൂർഡ് ആക്കും, തനിക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകും എന്ന ആ ഒരു ബോധം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് വലിയ പ്രധാനമാണ്. കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവന് പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായി? ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് പ്രോപ്പർ കെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി, സുരക്ഷിത ബോധം, ദ എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ്, മറ്റുള്ളവരിലേക്കുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് ഉണ്ടാകണം. അപ്പോൾ അമ്മയും അച്ഛനും നല്ലതുപോലെ കുട്ടിയെ പരിപാലിച്ചില്ലെങ്കിൽ കുട്ടിക്ക് അത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടിക്ക് സെൻസ് ഓഫ് സെക്യൂരിറ്റി, എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ?
ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ഓറൽ സ്റ്റേജ് ആണ്. മൗത്താണ് കുട്ടിയുടെ ഫോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 4 മാസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2-3 മാസങ്ങളിൽ കുട്ടിയിൽ ഇതാണ് പ്രവർത്തിക്കുന്നത്. പിന്നീട് 4 to 6 മാസം ആകുമ്പോൾ കുട്ടിയിൽ ഈഗോ പ്രവർത്തിക്കുന്നു. അപ്പൊ ആദ്യം ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് കുട്ടിക്ക് താനും അമ്മയും ഒന്നാണ് എന്നൊരു ബോധമാണ് ഉള്ളത്. ഈഗോ പ്രവർത്തിച്ചതിന് ശേഷം 4 to 6 മാസം ആകുമ്പോൾ കുട്ടി ചിന്തിക്കുന്നു ഞാനും അമ്മയും രണ്ടാണ്. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വ ബോധം, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഒരു എബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയിൽ വളർന്ന് വരുന്നു. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഏനൽ സ്റ്റേജ്, 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. അപ്പോൾ 1.5 വർഷത്തെ ഗ്യാപ്പാണ് അല്ലേ? നേരത്തെ നമ്മൾ പറയും 0 to 1.5, ഇവിടെ 1.5 to 3. 18 മാസം ആകുമ്പോൾ 1.5 വയസ്സാണ്. അപ്പോൾ 1.5 to 3 വയസ്സ്. അപ്പോൾ ഇവിടെ ഏനസ് ആണ് കുട്ടിയുടെ സെക്ഷൽ എറോജിനസ് സോൺ, അല്ലെങ്കിൽ അവന്റെ ഫോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് അവന്റെ ഏനസ് ആണ്. ദ മേജർ ഡെവലപ്മെന്റ് ടാസ്ക് ഇൻ ദി സ്റ്റേജ് ആർ ഗെയിനിങ് ഇൻഡിപെൻഡൻസസ് ആൻഡ് കൺട്രോൾ വിത്ത് ഫോക്കസ് ഓൺ ദ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. കുട്ടിയുടെ വിസർജന ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിസർജ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കുട്ടിയുടെ എനർജി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, സ്വന്തമായിട്ട് വിസർജനം ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തില്ല, ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് എക്സ്ക്രീറ്റ് ചെയ്യണമെന്ന് പറയാനോ ടോയ്ലറ്റിൽ പോയി എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ഒരു ബോധം കുട്ടിക്കില്ല. അപ്പോൾ ഈ 1.5 to 3 വയസ്സാകുമ്പോഴാണ് കുട്ടിക്ക് അത്തരം ഒരു ബോധം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും ട്രെയിനിങ് കൊടുക്കേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ട ഏജ് ഏനൽ സ്റ്റേജ് ആണ്. അപ്പോൾ ഏനൽ സ്റ്റേജിലാണ് എക്സ്ക്രീറ്ററി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡിപെൻഡൻസും കൺട്രോളും കുട്ടി നേടിയെടുക്കേണ്ടത്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ദ ഐഡിയ ഈസ് സ്ലോലി ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഈഗോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3-4 മാസം ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 4 to 6 മാസം ആകുമ്പോൾ തന്നെ കുട്ടിയിൽ ഈഗോ വളർന്നു തുടങ്ങുന്നു. അപ്പോൾ ഈ 1.5 വയസ്സാകുമ്പോൾ കുട്ടിയുടെ ഇത് സ്ലോ ആവുകയും ഈഗോ പതിയെ ഇതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈഗോ ഇതിനെ നിയന്ത്രിച്ചു തുടങ്ങുന്നത് ഏനൽ സ്റ്റേജിലാണ്. ഫ്രോയിഡ് ബിലീവ് ദാറ്റ് the manner in which the parents and other primary caregivers approach the task of toilet training may have long-term effects on the child in terms of values and personality characteristics. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പ്രൈമറി കെയർ ഗീവേഴ്സ്, കുട്ടിയെ പരിപാലിക്കുന്നത് ആരോ അതാണ് പ്രൈമറി കെയർ ഗീവേഴ്സ്. ഇത് അധികം അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ നോക്കുന്നത് അവർ. അപ്പോൾ അവർ കുട്ടിക്ക് നൽകുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് ആയിരിക്കും, കുട്ടിക്ക് കിട്ടുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് ആയിരിക്കും പിന്നീട് അവന്റെ വ്യക്തിത്വ വികസനങ്ങൾക്ക് വഴി തെളിക്കുന്നത്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഇവിടെ വ്യക്തിത്വ വികസനങ്ങൾക്ക് വഴി തെളിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. When toilet training is strict and rigid, the child may chooses to retain the feces becoming constipated. സോ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെയധികം പ്രധാനമാണ്. ഇത് പല അമ്മമാരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ കുട്ടിയെ ഒരു പ്രായത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും റിജിഡ് ആയിട്ടാണ് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് എങ്കിൽ കുട്ടി എന്ത് ചെയ്യും? അതേ വാശി തിരിച്ചു കാണിക്കും. ദ ചൈൽഡ് മേ ചൂസ് ടു റിറ്റെയിൻ ദ ഫീസസ് ആൻഡ് ബിക്കമിങ് കോൺസ്റ്റിപ്പേറ്റഡ്. കുട്ടി എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്യാൻ തയ്യാറാകാതെ എന്ത് ചെയ്യും? ഫീസസ് പിടിച്ചു വെക്കും. ടോയ്ലറ്റിൽ പോകാതെ പിടിച്ചു വെക്കാൻ വേണ്ടി കുട്ടി ശ്രമിക്കുന്നു. അങ്ങനെ അഡൽട്ട് റിട്ടൻറ്റീവ് പേഴ്സണാലിറ്റി ട്രൈറ്റ്, ഇങ്ങനെ കുട്ടിയുടെ പിടിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കാനുള്ള ഈ ഒരു പ്രവണത കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും കുട്ടിയിൽ എന്തുണ്ടാകും? സ്റ്റബോർഡ്നെസ്, സ്റ്റിങ്കിനെസ്, മിസർനെസ്, അഥവാ കുട്ടി സ്റ്റബോണാവും. സ്റ്റബോൺ എന്ന് പറയുമ്പോൾ തർക്കുത്തരം പറയുന്ന അല്ലെങ്കിൽ ആരെയും വകവെക്കാത്തൊരു ടൈപ്പായി മാറുന്നു. പിശുക്ക്, സ്റ്റിങ്കിനെസ്, മിസർനെസ് എന്നൊക്കെ പറയുമ്പോൾ പിശുക്ക് എന്നുള്ള സ്വഭാവം, പിടിച്ചു വെക്കാനുള്ള ഒരു സ്വഭാവം കുട്ടിയിൽ കൂടുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാതിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ വളരെ പ്രശ്നം ഉണ്ടാവും, ടോയ്ലറ്റ് ട്രെയിനിങ് പ്രശ്നം ഉണ്ടാവും. എന്നാൽ ടോയ്ലറ്റ് ട്രെയിനിങ് കുറച്ചുകൂടി മോർ പെർമിസീവ്, കുറച്ചുകൂടി റിജിഡ് അല്ലാതെ, പെർമിസീവ് എന്ന് പറഞ്ഞാൽ അവന് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അക്സെപ്റ്റിംഗ് അറ്റാച്ചസ്, അവൻ്റെ കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് വളരെ തന്മയത്തോടു കൂടി അല്ലെ ഒരു സോഫ്റ്റ് ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ദ ഫീലിംഗ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ഡിസൈറബിലിറ്റി ടു ഫേസസ് പ്രൊഡക്ഷൻ. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവന് മനസ്സിലാവും അല്ലേ. ഞാൻ ടോയ്ലറ്റിൽ പോയാണ് എക്സ്ക്രീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവന് മനസ്സിലാകുന്നു. അപ്പോൾ കൃത്യമായിട്ടും ടോയ്ലറ്റിൽ പോയാൽ ഫീസസ് പ്രൊഡക്ഷൻ കൃത്യമായിട്ടും അങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എല്ലാം അവന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്
വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടിയിലുണ്ടാകും. ദ ചൈൽഡ് ബിക്കംസ് എക്സ്ട്രോവേർട്ടഡ്. കുട്ടി എക്സ്ട്രോവേർട്ട് ആകും. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ സോഷ്യലി മിങ്കിൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുട്ടിയാകും അല്ലെ. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഉൾവലിഞ്ഞ കുട്ടിയാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ സോഷ്യലായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആകുന്ന കുട്ടിയാണ്. അപ്പോൾ കുട്ടി എക്സ്ട്രോവേർട്ടഡ് ആകുന്നു, പ്രൊഡക്റ്റീവ് ആകുന്നു. കുട്ടി പ്രൊഡക്റ്റീവ് ആകിയ കുട്ടിയാകും. അതേപോലെ ആൾട്രോയിസ്റ്റിക്. ആൾട്രോയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധ ഉള്ള ആളുകൾക്കാണ് ആൾട്രോയിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാകുന്നു. അപ്പോൾ കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് റിജിഡ് ആയി കഴിഞ്ഞാൽ അവൻ സ്റ്റബോൺ ആവും, പിടിവാശിയുള്ള കുട്ടിയാവും, അതേപോലെ പിശുക്കുള്ള കുട്ടിയാവും. ഇനി ടോയ്ലറ്റ് ട്രെയിനിങ് അവന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവന് നൽകിക്കഴിഞ്ഞാൽ അവൻ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാകുന്നു, എക്സ്ട്രോവേർട്ട് ആകുന്നു, ആൾട്രിസ്റ്റ് ആകുന്നു. പലപ്പോഴും ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഈ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാറില്ല അല്ലെ. കുട്ടിയെ നമ്മൾ പിടിച്ചു വലിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് പിന്നീട് അവൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ആ അമ്മ തന്നെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പറയില്ല. അവൻ എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്യാതെ പിടിച്ചു വെക്കും. ആ ഒരു പിടിവാശി അവൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുക. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. അപ്പോൾ ഫാലിക് സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. അപ്പോൾ 3 വയസ്സ് മുതൽ, എളുപ്പമാണ്, 3 വയസ്സ് മുതൽ, പിന്നെ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള 6, 3 to 3. മൂന്നാമത്തെ സ്റ്റേജ് 3 to 3, 3 മുതൽ 6 വരെ. 3+3 കേട്ടോ, ഇൻറ്റു അല്ല, 3+3, 3 to 6 വരെ. അപ്പോൾ ഫാലിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ദ മേജർ ഡെവലപ്മെന്റ് ടാസ്ക് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഈസ്, ഇവിടെ ഡോട്ട് വേണ്ട കേട്ടോ, ഐഡന്റിഫിക്കേഷൻ വിത്ത് പാരൻസ് ഓഫ് സെയിം സെക്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്ഷൽ ഐഡന്റിറ്റി ഫോക്കസ് ഈസ് ഓൺ ജെനിറ്റൽ ഓർഗൻസ്. കുട്ടിയുടെ ജെനിറ്റൽ ഓർഗൻസിലായിരിക്കും ഇവിടെ എനർജി വരുന്നത്. അവൻ്റെ ആ ഒരു സെക്ഷൽ ഡിസയർ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ സെക്ഷുവാലിറ്റിയുടെ പൂർണ്ണ തോതിൽ എത്തുന്നില്ല. അടിവരയിട്ട് പഠിക്കുക. സെക്ഷുവാലിറ്റിയുടെ പൂർണ്ണ തോതിൽ എത്തുന്നില്ല. മറിച്ച് കുട്ടിക്ക് എന്ത് മനസ്സിലാകുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ ഐഡന്റിറ്റി, സ്ത്രീ പുരുഷ വ്യത്യാസം മനസ്സിലാകുന്നു. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അമ്മയും എന്നെ പോലെയാണ്, അച്ഛൻ എന്നെ പോലെയല്ല, അച്ഛൻ പുരുഷനാണ്, അമ്മ സ്ത്രീയാണ്, എൻ്റെ കൂട്ടുകാരൻ അത് പുരുഷനാണ്, കൂട്ടുകാരി സ്ത്രീയാണ്. ഇങ്ങനെ ഒരു തിരിച്ചറിവ്, ഒരു ജെൻഡർ ഡിഫറൻസ് കുട്ടിക്ക് മനസ്സിലാകുന്നു. 3 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ആൺപെൺ വ്യത്യാസം മനസ്സിലാവില്ല. എന്നാൽ 3 വയസ്സിന് മുകളിലേക്ക് വരുന്ന സമയത്ത് കുട്ടി ആൺപെൺ വ്യത്യാസങ്ങൾ മനസ്സിലായി തുടങ്ങുന്നു. അപ്പോൾ കുട്ടിക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം, ലിംഗ വ്യത്യാസം, ജെൻഡർ ഡിഫറൻസ് മനസ്സിലാകുന്നത് ഫാലിക് സ്റ്റേജിലാണ് മനസ്സിലാക്കുക. സോ ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഈഡിപ്പസ് കോംപ്ലക്സും എലക്ട്ര കോംപ്ലക്സും ഉണ്ടാകുന്നത്. പഠിച്ചു വെക്കുക, ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദ ഡെവലപ്മെന്റ് ഓഫ് ഈഡിപ്പസ് കോംപ്ലക്സ് ഒക്കേഴ്സ് ഇൻ ദിസ് സ്റ്റേജ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്രോയിഡ് ഡിസ്ക്രൈബ്സ് ദിസ് ആസ് ദ ചൈൽഡ്സ് അൺകോൺഷ്യസ് ഡിസയർ ടു എലിമിനേറ്റ് ദ പാരന്റ് ഓഫ് ദ സെയിം സെക്സ് ആൻഡ് ടു പൊസസ് ദ പാരന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. കുട്ടിക്ക് അവന്റെ അതേ സെക്സിലുള്ള, അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അമ്മയോട് അടുപ്പം തോന്നാതെ അച്ഛനോട് അടുപ്പം തോന്നുക അല്ലെ. സ്വന്തം സെക്സിൽ വരുന്ന പാരന്റിനെ ഒഴിവാക്കിക്കൊണ്ട് നേരെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരന്റിനുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാവുക. അപ്പൊ ഇത് എന്താണ്? ഒരു അടുപ്പം അല്ലെങ്കിൽ സ്നേഹക്കൂടുതൽ എന്ന ഒരു അർത്ഥമേ നമ്മൾ ഇതിന് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? അതിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും എലക്ട്ര കോംപ്ലക്സ് എന്ന് നമ്മൾ പറയും. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അമ്മയോട് മകന് തോന്നുന്ന അടുപ്പമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫാലിക് സ്റ്റേജിൽ കുട്ടിക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം മനസ്സിലാകുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസം മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രായത്തിലെത്തുന്ന കുട്ടിക്ക് തൻ്റെ ഓപ്പോസിറ്റ് സെക്സ് ഉള്ള പാരന്റിനോട്, അഥവാ പെൺകുട്ടിയാണെങ്കിൽ അച്ഛനോടും ആൺകുട്ടിയാണെങ്കിൽ അമ്മയോടും ഒരു സ്നേഹ കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആൺകുട്ടിക്ക് അമ്മയോടുള്ള അടുപ്പത്തെ നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നു. ഈഡിപ്പസ് കോംപ്ലക്സ് അഥവാ മദർ ടു സൺ ആണ് കേട്ടോ. മദർ ടു സൺ അല്ലെങ്കിൽ സൺ ടു മദർ, അമ്മയോട് മകനുള്ളത് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇനി എലക്ട്ര കോംപ്ലക്സ് ഉണ്ട്. എലക്ട്ര കോംപ്ലക്സ് അത് മകൾക്ക്, ഡോട്ടറിന് ഫാദറിനോട് തോന്നുന്നത് എലക്ട്ര കോംപ്ലക്സ്. ഡോക്ടർ അല്ല ഡോട്ടർ, പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന അടുപ്പം എലക്ട്ര കോംപ്ലക്സുമാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. Then guilt feelings results with the emergence of the super ego during these years.
അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 3 to 6 എന്ന പ്രായഘട്ടത്തിലാണ് കുട്ടിക്ക് സൂപ്പർ ഈഗോ തുടങ്ങുന്നത്. അപ്പോൾ ശരി തെറ്റുകളെ കുറിച്ചുള്ള ബോധം, ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന ബോധം കുട്ടിക്ക് തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഈ പ്രായത്തിലുണ്ടാകുന്ന കുറ്റബോധം കുട്ടിയിൽ സൂപ്പർ ഈഗോ വികസിക്കുന്നതിന്റെ അടയാളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So resolution of this internal conflict occurs when the child develops a strong identification with the parent of same sex and the parents' attitudes, beliefs and value systems are subsumed by the child. അപ്പോൾ കുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരന്റിനോട് പ്രത്യേകിച്ച് അടുപ്പമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അവന്റെ സെയിം സെക്സിലുള്ള, അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അമ്മ എന്താണോ ചെയ്യുന്നത്, അമ്മ ഏത് രീതിയിലാണോ പെരുമാറുന്നത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പാരന്റിന്റെ ആറ്റിറ്റ്യൂഡും ബിലീഫും വാല്യൂ സിസ്റ്റവും എല്ലാം കുട്ടി സബ്സ്യൂം ചെയ്യാൻ ശ്രമിക്കും, അഥവാ അതിനെ കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ കുട്ടിയുടെ സെയിം സെക്സിലുള്ള പാരന്റിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, വാല്യൂ ഒക്കെ കുട്ടി പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ കുട്ടിയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കുട്ടിയിൽ ഉണ്ടാകും. ഈ പ്രായത്തിൽ കുട്ടിയിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അഥവാ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു ഗിൽറ്റ് ഫീലിങ്ങിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടി ചെയ്യുന്നത് തൻ്റെ സെക്സിലുള്ള അഥവാ തൻ്റെ അതേ ജെൻഡറിലുള്ള പാരന്റിന്റെ സ്വഭാവവും രീതികളും കുട്ടി അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ 4ാമത്തെ സ്റ്റേജ് ലാറ്റൻസി സ്റ്റേജ് ആണ്. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6 to 12. നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ 3 + 3 അപ്പൊ 6. അപ്പൊ 4ാമതാകുമ്പോൾ അതിന്റെ ബാക്കി 6 + 6 12. 6 + 6 12. അപ്പൊ 6 to 12 ആണ് ലാറ്റൻസി സ്റ്റേജ്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേജ് ആണ്. കാരണം ദ മേജർ ഡെവലപ്മെന്റ് ടാസ്ക് ഡ്യൂറിംഗ് ദി സ്റ്റേജ് ഈസ് repressed sexuality with focus on relationships with the same sex peers. ഇവിടെ സെക്ഷ്വാലിറ്റിയെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ സെക്ഷ്വാലിറ്റി ഫീലിംഗിലെ അടിച്ചമർത്തിക്കൊണ്ട് തൻ്റെ അതേ സെക്ഷ്വൽ ഗ്രൂപ്പ് അഥവാ അതേ ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു, പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു. അപ്പൊ ഫാലിക് സ്റ്റേജിൽ കുട്ടിക്ക് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിലുള്ള പാരന്റിനോട് അടുപ്പം കൂടുന്നു എങ്കിൽ ഈ ലാറ്റൻസി സ്റ്റേജിലാകുമ്പോൾ ആ ഒരു സെക്ഷ്വാലിറ്റിയെ എന്ത് ചെയ്യുന്നു? റിപ്രസ് ചെയ്യുന്നു. സ്ത്രീക്ക് പുരുഷനോടുള്ള അട്രാക്ഷൻ ഒന്നും ഇവിടെ ഇല്ല, മറിച്ച് കുട്ടി സെയിം ഏജ് ഗ്രൂപ്പ് അല്ല സെയിം ജെൻഡർ ഗ്രൂപ്പിനോടായിരിക്കും കുട്ടിക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാവുക. അപ്പോൾ ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുട്ടിക്ക് ഇവിടെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല. സെക്ഷ്വാലിറ്റി ഇസ് നോട്ട് ആബ്സെന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ബട്ട് റിമെയിൻസ് ഒബ്സ്ക്യൂർ ആൻഡ് ഇംപെർസെപ്റ്റിബിൾ ടു അതേഴ്സ്. അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആബ്സെന്റ് ആകുന്നു എന്നല്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത കുട്ടിക്കില്ല. അത് ഒബ്സ്ക്യൂർ ആണ്, അല്ലെങ്കിൽ ഇംപെർസെപ്റ്റിബിൾ ടു അതേഴ്സ്, അത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. കുട്ടിക്ക് അവിടെ സെക്ഷുവൽ ഡിസൈർസ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു സെക്ഷുവൽ അവയർനെസ് താൽക്കാലികമായിട്ടൊന്ന് അപ്രത്യക്ഷമാവുകയാണ്, അതൊന്ന് അവ്യക്തമാവുകയാണ്. അപ്പൊ കുട്ടിക്ക് അവിടെ ഒരു സെക്ഷുവൽ എനർജീസ് അവിടെ ഇല്ല, അല്ലെങ്കിൽ സെക്ഷൽ എറോജനസ് സോൺ അവിടെ താൽക്കാലികമായിട്ടൊന്ന് മങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജിൽ കുട്ടി അവൻ്റെ അതേ ഏജ് ഗ്രൂപ്പുമായിട്ട് നന്നായിട്ട് അടുക്കുന്നതിന് വേണ്ടിയും അതേപോലെ പഠനം, ഗെയിംസ്, സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പൊ കുട്ടിയിലെ അക്കാദമിക നിലവാരങ്ങൾ ഉയർത്താൻ പറ്റുന്ന ഒരു പ്രായം ഇതാണ്. 6 to 12 എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടിയാണ്. അപ്പോൾ കുട്ടി പഠനത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്ന, സ്പോർട്സ് ഗെയിംസിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്ന, കൂട്ടുകെട്ടുകൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രായം കൂടിയാണിത്. കാരണം കുട്ടിയിൽ അവിടെ സെക്ഷുവൽ ഡിസൈർസ് കടന്നു വരുന്നില്ല. ചിൽഡ്രൻ ഓഫ് ദിസ് ഏജ് ഷോ എ ഡിസ്റ്റിങ് പ്രിഫറൻസ് ഫോർ സെയിം സെക്സ് റിലേഷൻഷിപ്സ്. അപ്പോൾ കുട്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് അവൻ്റെ സെയിം സെക്സിലുള്ള ആളുകളായിട്ട് കൂട്ടുകൂടാനാണ് കുട്ടി തയ്യാറാകുന്നത്. ഈവൻ റിജക്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് കൂട്ടുകൂടാനും ഒരു താല്പര്യക്കുറവ് കൂടി കാണിക്കുന്നു. അപ്പോൾ സെയിം സെക്സുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ് ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അവസാനമായി ജെനിറ്റൽ സ്റ്റേജ് ആണ്. ഇത് 12 വയസ്സിനപ്പുറം, അഥവാ 13 to പ്യൂബേർട്ടി വരെയാണ്, പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ 20 വയസ്സ് വരെയാണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ സെക്ഷുവൽ
മെച്യൂരിറ്റി ഉണ്ടാകുന്നത്, ലൈംഗിക പക്വത അല്ലെങ്കിൽ ലൈംഗിക പൂർണ്ണത ആർജിക്കുന്ന ഘട്ടം ജെനിറ്റൽ സ്റ്റേജ് ആണ്. 13 to 20. അപ്പൊ ജെനിറ്റൽ സ്റ്റേജും ഫാലിക് സ്റ്റേജും മനസ്സിലാക്കുക. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റേജ് ആണ്. 3ാമത്തെ പ്രായം എന്ന് പറയുമ്പോൾ 3+3, 3 മുതൽ 6 വയസ്സ് വരെ. 3 മുതൽ 6 വയസ്സ് വരെ അവിടെ കുട്ടിക്ക് ജെൻഡർ ഡിഫറൻസ് തിരിച്ചറിയുന്നേ ഉള്ളൂ. എന്ത് മനസ്സിലാവുന്നില്ല? സെക്ഷ്വാലിറ്റിയുടെ പൂർണ്ണത മനസ്സിലാകുന്നില്ല. 5ാമത്തെ സ്റ്റേജ് ആണ് ജെനിറ്റൽ സ്റ്റേജ്. 5ാമത്തതാണ് ജെനിറ്റൽ സ്റ്റേജ്. ഇവിടെയാണ് കുട്ടിക്ക് അവന്റെ സെക്ഷ്വാലിറ്റിയുടെ പൂർണ്ണത സംഭവിക്കുന്നത്. The major development tasks during this stage are libido is reawakened as genital organs mature. കുട്ടിക്ക് ഫാലിക് സ്റ്റേജിൽ ഉണ്ടായ ആ ഒരു ജെനിറ്റൽ ഓർഗൻസിന്റെ ആ ഒരു മെച്യൂരിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും പുനർജീവിക്കുന്നു. കാരണം ലാറ്റൻസി സ്റ്റേജിൽ കുട്ടിയുടെ ആ ഒരു സെക്ഷുവൽ ഫോഴ്സ് താൽക്കാലികമായിട്ടൊന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഒന്നുകൂടി പുനർജീവിക്കുന്ന ഘട്ടം. ലിബിഡോ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സെക്ഷുവൽ എനർജി ഫോഴ്സ് ആണ് ലിബിഡോ. ആ ഒരു സെക്ഷുവൽ എനർജി ഫോഴ്സ് ഒന്ന് റീഅവേക്കൻ ചെയ്യുന്നു. ഫോക്കസ് ഈസ് ഓൺ റിലേഷൻഷിപ്സ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. കഴിഞ്ഞ വയസ്സ് വരെ 12 വയസ്സ് വരെ കുട്ടിക്ക് സ്വന്തം ജെൻഡറിലുള്ള കുട്ടികളോട് കൂട്ടുകൂടുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ പ്രായത്തിലാകുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി ഓപ്പോസിറ്റ് സെക്സിനോട് കൂടുതൽ അട്രാക്ഷൻ കാണിക്കുന്നു. The development of sexual maturity evolves from self-gratification to behaviors that have been deemed acceptable by societal norms. അപ്പൊ ഈ ഒരു പ്രായത്തിലെ സെക്ഷുവൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു സ്വയം തൃപ്തി, സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ടു ബിഹേവിയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഡീംഡ് അക്സെപ്റ്റബിൾ ബൈ സൊസൈറ്റിയൽ നോംസ്. അപ്പൊ കുട്ടിക്ക് കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 13 ആകുന്ന സമയത്ത് കൗമാരത്തിലേക്ക് കിടക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ കൂടുതൽ വില കിട്ടുന്ന, സൊസൈറ്റിയിൽ കൂടുതൽ അക്സെപ്റ്റബിൾ ആകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ പ്രവൃത്തി സൊസൈറ്റിയൽ നോംസിന് അക്സെപ്റ്റബിൾ ആകണമെന്ന് കുട്ടി വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ സമൂഹം അംഗീകരിക്കണം, സമൂഹം അംഗീകരിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന ബോധം ഈ ഒരു പ്രായത്തിലാകുമ്പോൾ കുട്ടി കൈവരിക്കുന്നു. ഓക്കെ അല്ലേ? സോ നമ്മൾ 5 സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് പറഞ്ഞു. 5ഉം വളരെ പ്രധാനപ്പെട്ടാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് 5 സോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യം ഓറൽ സ്റ്റേജ് ആണ്. ഓറൽ സ്റ്റേജ് ജനനം മുതൽ 1.5 വയസ്സാണ് കേട്ടോ. 1.5 വയസ്സ്. ഇവിടെ 1 ഇയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1.5 വയസ്സാണ്. അപ്പൊ ഇവന്റെ സെക്ഷൽ ഇറോജനസ് സോണ് അവന്റെ മൗത്താണ് അല്ലെ, മൗത്താണ്. അപ്പൊ കുട്ടിക്ക് ഇതും ഉണ്ടാകുന്നു, ഈഗോ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് കിട്ടണം? അവന്റെ മൗത്തിലൂടെ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടണം. അവന്റെ പ്രൈമറി കെയർ ഗീവേഴ്സ്, അമ്മയും അച്ഛനും കൃത്യമായിട്ട് പരിപാലനം കൊടുക്കണം. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കുട്ടിക്ക് കിട്ടിയില്ല എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദെൻ 2ാമത്തെ സ്റ്റേജ് 1.5 to 3 വയസ്സ് വരെയാണ്. അവിടുത്തെ സെക്ഷൽ ഇറോജനസ് സോൺ എന്ന് പറയുന്നത് അവന്റെ ഏനസ് ആണ് അല്ലെ. ടോയ്ലറ്റിൽ ഇരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് റിജിഡ് ആയി കഴിഞ്ഞാൽ കുട്ടി അതനുസരിച്ച് സ്റ്റബോൺ ആയി പോകും. അപ്പൊ കുറച്ചുകൂടി പെർമിസീവ് ആയിട്ടുള്ള തരത്തിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ കുട്ടിയും എന്താവും? എക്സ്ട്രോവേർട്ട് ആവും, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയായിട്ട് മാറുന്നു. ദെൻ 3ാമത്തെ സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ആണ്. 3 to 6. അപ്പൊ ഇവിടെ സെക്ഷൽ ഇറോജനസ് സോൺ അവന്റെ ലൈംഗിക അവയവം തന്നെയാണ്, ജെനിറ്റലാണ്. പക്ഷെ സെക്ഷാലിറ്റിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. മറിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നു. അപ്പോൾ ഒരു കുട്ടി തന്റെ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ആയിട്ട് തോന്നി തുടങ്ങുന്നില്ല എങ്കിലും പാരന്റ്സിൽ തന്റെ ഓപ്പോസിറ്റ് സെക്സ് ഉള്ള പാരന്റിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നു. അഥവാ ആൺകുട്ടിയാണെങ്കിൽ അമ്മയോട് അടുപ്പം തോന്നുന്നു. അതിനെ നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നു. പെൺകുട്ടിയാണെങ്കിൽ അച്ഛനോട് അടുപ്പം തോന്നുന്നു. അതിനെ നമ്മൾ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നു. ദെൻ 4ാമത്തെ സ്റ്റേജ് ആണ് ലാറ്റന്റ് സ്റ്റേജ്. ഇത് 6 വയസ്സ് മുതൽ പ്യൂബർട്ടി, ഇതാണ് പ്യൂബർട്ടി വരെ കേട്ടോ, പ്രായപൂർത്തിയാകുന്നത് വരെ കേട്ടോ. 6 to 12 കൗമാരത്തിൽ എത്തുന്നത് വരെ. ഇവിടെ കുട്ടിയുടെ ലിബിഡോ ഇനാക്റ്റീവ് ആകുന്നു, അഥവാ സെക്ഷൽ ഫോഴ്സ് താൽക്കാലികമായിട്ട് ഇനാക്റ്റീവ് ആകുന്നു. അപ്പൊ കുട്ടിക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സെയിം സെക്സിനോട് കൂടുതൽ കൂട്ടുകൂടാനാകും കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുക. കുട്ടി സ്പോർട്സിലും ആർട്സിലൊക്കെ കൂടുതൽ, എഡ്യൂക്കേഷനിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ദെൻ അവസാനത്തെ സ്റ്റേജ് ആണ് ജെനിറ്റൽ സ്റ്റേജ്. അത് പ്യൂബർട്ടി മുതൽ ഡെത്ത് വരെ എന്ന് പറയുന്നുണ്ട്. ഒരു 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ എന്നാണ് നമ്മൾ തൽക്കാലം അതിനെ കണക്ക് പറയാൻ പോകുന്നത്. 13 to 20 വയസ്സ് വരെ. അപ്പോൾ കുട്ടിയുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് മെച്ചുവേർഡ് ആകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഓക്കെ അല്ലേ? സോ നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നേഴ്സിംഗ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം.
ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കാം. 2023 ചോദിച്ച ചോദ്യമാണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ആരാണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? ഇനി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹമാണ് പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട സൈക്കോ അനാലിസിസ് തിയറി പറഞ്ഞത്. സൈക്കോ അനാലിസിസ് തിയറിയിൽ എന്തൊക്കെ പറയുന്നു? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ, ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി, ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈഗോ, ഐഡിയൽ ആൻഡ് ദ കോൺസൈൻസ് ആർ ടു ഇമ്പോർട്ടൻസ് കോമ്പണൻസ് ഓഫ്. ഈഗോ, ഐഡിയൽ, കോൺസൈൻസ് എന്ന് അദ്ദേഹം ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയെ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതാണ്? സൂപ്പർ ഈഗോ ആണ് അല്ലെ. സൂപ്പർ ഈഗോയിനെയാണ് ഈഗോ, ഐഡിയൽ ഈഗോ, ഐഡിയൽ, ദ കോൺസൈൻസ് എന്ന് രണ്ടായിട്ട് തിരിച്ചത്. ഇതിൽ റൈറ്റിനെ സൂചിപ്പിക്കുന്നത് ഈഗോ ഐഡിയലോ റോങ്ങിനെ സൂചിപ്പിക്കുന്നത് കോൺസൈൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യം 2023 ചോദിച്ച ചോദ്യമാണ് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് സെക്ഷൽ എനർജി ദാറ്റ് ബിൽഡ്സ് അപ്പ് ആൻഡ് നീഡ്സ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സം വേ. അപ്പൊ ഇതൊരു സെക്ഷൽ എനർജിയാണ്. സെക്ഷൽ എനർജി ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ തീരുമാനമായി. സെക്ഷൽ എനർജി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാ? ഇതാണോ, ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ? ഇതാണ്. എബോ ആള് കൊടുക്കരുത് കേട്ടോ, എബോ ആൾ ഒരിക്കലും കൊടുക്കരുത്. സെക്ഷൽ എനർജി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് സെക്ഷൽ എനർജി ദാറ്റ് ബിൽഡ്സ് അപ്പ് ആൻഡ് നീഡ്സ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സം വേ. അതൊരു സെക്ഷൽ എനർജിയുടെ സോഴ്സ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ബിൽഡപ്പ് ചെയ്യുന്നു. അത് എങ്ങനെയെങ്കിലും ആ ഒരു സെക്ഷൽ എനർജി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു തേഴ്സ്റ്റ് അടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അഥവാ നമ്മുടെ പ്ലഷർ അനുസരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഷർ അനുസരിച്ച് അത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഇതാണ്, പ്ലഷർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഇതാണ്. ഓക്കെ അല്ലേ? ദെൻ 2021 ചോദ്യമാണ് സബ് സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി that operates on pleasure principle and satisfaction of basic needs. pleasure principle വർക്ക് ചെയ്യുന്നത് ഇതാണ് എന്ന് നമുക്കറിയില്ലേ. സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചു വെക്കുക, ഇതിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഒക്കെ വേറെയാണ്, അത് നമ്മൾ പേഴ്സണാലിറ്റി തിയറി പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ് കേട്ടോ. ഇത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 2023 ചോദ്യം. 2023 ഒരു ചോദ്യം നമ്മൾ നേരത്തെ നോക്കിയോളൂ. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഒരു വർഷം ചോദിക്കുന്നത്? അപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സഹകാരിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. കേട്ടോ, നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് എവിടെയൊക്കെ കൃത്യമായിട്ട് ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഓരോ ഏരിയാസിൽ നിന്ന് നിങ്ങൾക്ക് സഹകാരിയിലൂടെ കിട്ടാൻ പോകുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നെയിം ദ ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾ ഇൻ വിച്ച് ദ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഇത് ഓപ്പറേറ്റ്. ഇപ്പൊ ചോദിച്ചതിന്റെ നേരെ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ ചോദിച്ചത് പ്ലഷർ പ്രിൻസിപ്പിൾ ഏത് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഏത് പേഴ്സണാലിറ്റി സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് നേരത്തെ ചോദിച്ചത്. ഇപ്പൊ നേരെ തിരിച്ചു ചോദിക്കുന്നു, ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? അത് പ്ലഷർ പ്രിൻസിപ്പിളുമായിട്ടാണ് അല്ലെ. മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണെങ്കിൽ സൂപ്പർ ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഈഗോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെയുള്ളത് PYQs ആണ്. ഇനി നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുകൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏരിയ വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഏരിയ, ഈ ഒരൊറ്റ ക്ലാസ് മാത്രം നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാകും. ഉറപ്പാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കും. സോ ഒന്നാമത്തെ ചോദ്യം, ഹു ഈസ് ക്രെഡിറ്റഡ് ആസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ദെൻ അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ബൈ വാട്ട് ഏജ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് ബേസിക് ക്യാരക്ടർ ഫോംഡ്? ഒരു കുട്ടിയുടെ ബേസിക് ക്യാരക്ടർ ഫോം ചെയ്യുന്നത് ഏത് പ്രായത്തിലാണ്? 5 വയസ്സിലാണ് കേട്ടോ. ഇത് പല സ്ഥലങ്ങളിലും കാണില്ല. നിങ്ങൾ ഒരു ജനറൽ സൈക്കോളജി ക്ലാസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രായപരിധി ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് സൈക്കോളജി ഫോർ നേഴ്സസ് എന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ്. കൃത്യമായിട്ടും നിങ്ങളുടെ സിലബസിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള ക്ലാസ് ആണ്. സോ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകളും നിങ്ങൾ മറ്റേത് ക്ലാസ്സിൽ റെഫർ ചെയ്താലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ ഏജ് ഓഫ് 5 ആണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് പ്രിൻസിപ്പിൾ ഡസ് ദ ഇത് ഓപ്പറേറ്റ്?
ഇത് ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ. ഇനി നിങ്ങൾ തെറ്റിക്കരുത്, ഇത് മൂന്നാമത്തെ തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. Then it contains all of the following except, താഴെ തന്നിരിക്കുന്നതിൽ മൂന്നെണ്ണവുമായിട്ട് ഇതിന് ബന്ധമുണ്ട് അല്ലെ. it contains all of the following except, ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബയോളജിക്കൽ ഡ്രൈവ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ. ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ് അതും ശാരീരിക ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, നമ്മുടെ സെക്ഷൽ ഡ്രൈവ്സ് ഒക്കെയാണ്, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലിബിഡോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്, നമ്മുടെ സെക്ഷൽ എനർജി നൽകുന്ന സാധനം ലിബിഡോയാണ്. മോറൽ വാല്യൂസ് അത് സൂപ്പർ ഈഗോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഡി എന്തല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. then അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ഏജ് ഡസ് ദ ഈഗോ സ്റ്റാർട്ട്? ഈഗോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പ്രായം മുതലാ? 4 to 6 മാസം കേട്ടോ. ഈ ഒരു പ്രായപരിധിയൊക്കെ നേഴ്സിംഗിന്റെ പാഠഭാഗങ്ങളിൽ മാത്രമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. ജനറൽ സൈക്കോളജി പറയുമ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പ്രായപരിധി ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ല. 4 to 6 months ആണ്. then what is the primary function of the ego? ഈഗോയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താ? ഈഗോയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. മറിച്ച് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കേ, മീഡിയേറ്റ് ബിറ്റ്വീൻ ഇത് ആൻഡ് സൂപ്പർ ഈഗോ. ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള മീഡിയേറ്റർ ആണ് ഈഗോ. സോ അതാണ് കറക്റ്റ് ആൻസർ. then which principle does the super ego operate on? സൂപ്പർ ഈഗോ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൂപ്പർ ഈഗോ ഏറ്റവും അവസാനത്താണ്. അപ്പോൾ അത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ. മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞ് പഠിച്ചു വെക്കുക. പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് കൂടി ഓർക്കുക, രണ്ടും സെയിം ആണ് കേട്ടോ. പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. then അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ സൂപ്പർ ഈഗോ ഈസ് ഡിവൈഡഡ് ഇൻടു 2 components. ഈ വൈക്യൂല് നമ്മൾ കണ്ടതാണ്, സൂപ്പർ ഈഗോയെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഈഗോ ഐഡിയൽ, കോൺസയൻസ്. ഈഗോ ഐഡിയൽ, കോൺസയൻസ്. ഈഗോ ഐഡിയൽ ആണ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, ശരികളുമായിട്ട് ബന്ധപ്പെട്ടത്. കോൺസയൻസ് എന്ന് പറഞ്ഞാൽ കുറ്റബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തെറ്റുകൾ ഏതൊക്കെയെന്ന് നിർണ്ണയിക്കുന്നത് കോൺസയൻസ് ആണ്. then അടുത്ത ചോദ്യം, ഫ്രോയിഡ് റെഫർ ടു ദ സൈക്കിക് എനർജി റിക്വയർഡ് ഫോർ മെന്റൽ ഫങ്ഷനിങ് ആസ്. നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു സൈക്കിക് എനർജിയെ അദ്ദേഹം എന്ത് പറയുന്നു? ആ ഒരു സൈക്കിക് എനർജിയെ ലിബിഡോ എന്നാ പറയുക കേട്ടോ. സെക്ഷൽ എനർജിയെ നമ്മൾ ലിബിഡോ എന്നാ പറയുക, ആ ഒരു സൈക്കിക് എനർജി. അപ്പൊ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു എനർജിയെ നമ്മൾ പറയുന്നത് ലിബിഡോ എന്നാണ്. ഓർത്തു വെക്കുക, സൈക്കിക് എനർജി എന്ന് ചോദിച്ചാലും ഇതിലെ സെക്ഷൽ എനർജി എന്ന് ചോദിച്ചാലും ലിബിഡോയാണ്, ലിബിഡോ എന്നാണ് കേട്ടോ. പിന്നെ ഈ ലിബിഡോ എന്ന് പറയുന്ന സാധനം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ലിബിഡോ എറോസും ഉണ്ട്, ടാനറ്റോസും ഉണ്ട് കേട്ടോ. ലിബിഡോ എറോസും ഉണ്ട്, ടാനറ്റോസും ഉണ്ട്. ലിബിഡോയെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുന്നു, എറോസ്, ടാനറ്റോസ്. ഇതിൽ സെക്ഷൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിന് ശക്തി നൽകുന്നത് എറോസും, ഇനി വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എനർജി നൽകുന്നത് ടാനറ്റോസുമാണ് കേട്ടോ. അതൊരു എക്സ്ട്രാ ഫാക്ട് എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഓർക്കുക. ലിബിഡോയാണ് നമ്മുടെ സൈക്കിക് എനർജി. ലിബിഡോ 2 ടൈപ്പ് ഉണ്ട്, എറോസ്, ടാനറ്റോസ്. അതിൽ സെക്ഷൽ ഡിസൈസിനെ നിയന്ത്രിക്കുന്നത് എറോസും, നമ്മൾ എറോട്ടിക് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ടാനറ്റോസ് എന്ന് പറയുന്നത് വയലൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തട്ടിക്കോ എന്ന് നമ്മൾ പറയില്ലേ, കൊല്ലുക. അപ്പൊ വയലൻസുമായിട്ട് ബന്ധപ്പെട്ടത് ടാനറ്റോസുമാണ്. ദെൻ എക്സസീവ് എനർജി ഇൻ ദ ഇത് റിസൾട്ട്സ് ഇൻ. ഇതിൽ ഒരുപാട് എനർജീസ് എക്സസീവ് ആയിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് എന്തിലേക്ക് വഴിതെളിക്കും? അത് ഇമ്പൾസീവ് ബിഹേവിയർ അല്ലേ. ഇതിലുള്ള ആ ഒരു എക്സസീവ് എനർജിയാണ് നമ്മൾ തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. തോന്നിയതുപോലെ പ്രവർത്തിക്കുക അഥവാ ഇമ്പൾസീവ് ബിഹേവിയർ ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ കേട്ടോ. ഇമ്പൾസീവ് ബിഹേവിയർ മാത്രമാണ് ഇതുമായിട്ട് നേരിട്ട് ബന്ധം വരുന്നത്. പിന്നെ ഇറാഷണൽ ബിഹേവിയർ ആണ്. റാഷണൽ ബിഹേവിയർ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരില്ല കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് റിപ്രസ്ഡ് കണ്ടന്റ് ഇൻ ദ അൺകോൺഷ്യസ് റെസ്പോൺസിബിൾ ഫോർ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ചില കണ്ടന്റുകൾ അല്ലെങ്കിൽ ചില ഓർമ്മകളെ നമ്മൾ റിപ്രസ് ചെയ്യുന്നു. റിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആൻസൈറ്റി ഉണ്ടാക്കുന്നു, സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇത്തരം റിപ്രസ്ഡ് മെമ്മറിയിൽ നിന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫ്രോയിഡ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് എംഫസൈസ് വിച്ച് ഇയേഴ്സ് ഓഫ് ലൈഫ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി? സൈക്കോസെക്ഷൽ സ്റ്റേജസ് അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് പറയുന്നത് ഏത് പ്രായത്തെയാണ്? 5 വയസ്സ് അല്ലെ. ആദ്യത്തെ 5 വയസ്സാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ആദ്യത്തെ 5 വയസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ പറയുന്നത്. then what is the primary focus during the oral stage? ഓറൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ മൗത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവന് ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ അഥവാ
മൗത്തുമായിട്ട് ബന്ധപ്പെട്ട തൃപ്തിയാണ് കിട്ടേണ്ടത്, ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് കിട്ടേണ്ടത്. കൃത്യമായിട്ടുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ. ദെൻ അറ്റ് വാട്ട് സ്റ്റേജ് ഡസ് ടോയ്ലറ്റ് ട്രെയിനിങ് പ്ലേ എ ക്രൂഷ്യൽ റോൾ? ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് അതിന് ക്രൂഷ്യൽ റോൾ ഉള്ളത് ആനൽ സ്റ്റേജിലാണ് അല്ലേ, ആനൽ സ്റ്റേജിലാണ് 1.5 to 3 വയസ്സ്. Then what personality trait might result from the strict toilet training during the anal stage? Anal സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ് സ്ട്രിക്റ്റ് ആണെങ്കിൽ കുട്ടി എന്തായി മാറും? കുട്ടി സ്റ്റബോൺ ആയി മാറും അല്ലേ, സ്റ്റബോൺ ആയിട്ട് മാറും. റിജിഡ് സ്ട്രിക്റ്റ് ആണെങ്കിൽ കുട്ടി വാശിയുള്ള കുട്ടിയായിട്ട് മാറും, ധിക്കാരിയായിട്ടുള്ള കുട്ടിയായിട്ട് മാറും. ദെൻ ഇഡിപ്പസ് കോംപ്ലക്സ് ഏത് പ്രായത്തിന്റെ പ്രത്യേകതയാണ്? ഇഡിപ്പസ് കോംപ്ലക്സ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിച്ച് സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഫാലിക് സ്റ്റേജിലാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ വരുന്നത്, ഫാലിക് സ്റ്റേജിലാണ് വരുന്നത്. Then what is a major development task in the latency stage? Latency stage ആകുമ്പോൾ കുട്ടിയിൽ എന്തില്ല? പ്രത്യേകിച്ച് ഒരു സെക്ഷൽ എറോജനസ് സോൺ ഇല്ല, മറിച്ച് കുട്ടിയിൽ ഉണ്ടാകുന്നത് റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി കേട്ടോ, റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി അഥവാ അവന്റെ സെക്ഷുവാലിറ്റി അവിടെ റിപ്രസ് ചെയ്യാണ്, അതിനെ അടിച്ചമർത്തുകയാണ്. അതിനെക്കുറിച്ചുള്ള ബോധം കുട്ടിക്ക് തൽക്കാലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തൽക്കാലം കേട്ടോ, പൂർണ്ണമായിട്ടും ആബ്സെന്റ് ആവുകയില്ല, റിപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. Then the genital stage എന്ന് പറയുമ്പോൾ 5ാമത്തെ സ്റ്റേജ് ആണ്. ജെനിറ്റൽ സ്റ്റേജ് ഫോക്കസസ് ഓൺ റിലേഷൻഷിപ്സ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. ആ ഒരു പ്രായത്തിൽ കുട്ടിക്ക് മറ്റുള്ള പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് എന്തുണ്ടാകുന്നു? അട്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പൊ അതാണ് മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നത് കേട്ടോ. സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് മറ്റു ചില കാര്യങ്ങൾ വരുന്നു. അപ്പോൾ പ്രൈമറി കൺസേൺ അതാണ്, റിലേഷൻഷിപ്സ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. ദെൻ ഫ്രോയിഡ്സ് തിയറി എംഫസൈസ് വിത്ത് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്? സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ആണ്. ദെൻ അടുത്ത ചോദ്യം, റിപ്രഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് as. എന്താണ് റിപ്രഷൻ നമ്മൾ പറഞ്ഞില്ലേ, കോൺഷ്യസ് പറഞ്ഞ സമയത്ത് പറഞ്ഞു. റിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ മനഃപൂർവ്വം അൺകോൺഷ്യസ് മൈൻഡിലേക്ക്, മനഃപൂർവ്വം അല്ല നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അറിയാതെ തന്നെ അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അപ്പോൾ എ കോൺഷ്യസ് എഫേർട്ട് ടു ഫോർഗെറ്റ് മെമ്മറീസ് വരില്ല, കാരണം ഇവിടെ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അപ്പോൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നത് റിപ്രസ്ഡ് മെമ്മറി അല്ല, നമ്മൾ അറിയാതെ തന്നെ മറന്നു പോകുന്നതാണ് അല്ലേ. ആൻഡ് ഓട്ടോമാറ്റിക് അൺകോൺഷ്യസ് പ്രോസസ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ അബോധ മനസ്സിലേക്ക് പോകുന്നു, അതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. ഈഗോ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞിട്ടില്ല, അത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ വിച്ച് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി എക്സിസ്റ്റ് എൻറ്റയർലി ഇൻ ദ അൺകോൺഷ്യസ്? അൺകോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ട, മൊത്തത്തിൽ അൺകോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ടത് ഏതാ? ഇതാണ് അല്ലേ, അൺകോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ടത് ഇതാണ്. ഈഗോയും സൂപ്പർ ഈഗോയും എല്ലാ സ്ഥലങ്ങളിലും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ആ പിക്ചർ സഹിതം പറഞ്ഞതാണ്. Then the ego ideal represents. സൂപ്പർ ഈഗോ 2 എലമെന്റ് ആയിട്ട് 2 പാർട്ടായിട്ട് തിരിയുന്നുണ്ട്. ഈഗോ ഐഡിയലും കോൺസൈൻസും നമ്മൾ പറഞ്ഞു. ഈഗോ ഐഡിയൽ പറയുന്നത് എന്താണ് ശരി എന്നതാണ്, വാട്ട് ഈസ് റൈറ്റ് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈഗോ ഐഡിയൽ. Then fixation in the oral stage may result in. ഇനി ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ ഉണ്ടായി, അഥവാ ഓറൽ സ്റ്റേജ് ഒരു കുട്ടി മറികടക്കാൻ കഴിയുന്നില്ല. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കുട്ടി സ്റ്റക്കായി പോകുന്നു. അങ്ങനെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ കുട്ടിയിൽ എന്തുണ്ടാകും? അപ്പോൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓറൽ സ്റ്റേജിന്റെ പ്രത്യേകത അവൻ കടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൂ ചെയ്തുകൊണ്ട് സക്ക് ചെയ്തുകൊണ്ട് ഗ്രാറ്റിഫിക്കേഷൻ നേടിയെടുക്കുക എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഏതാ നോക്ക്. നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്സ്, വിരൽ കടിക്കുക അല്ലെങ്കിൽ നഖം കടിക്കുക അല്ലേ. അപ്പോൾ ആ നഖം കടിക്കുക എന്നുള്ളത് ഓറൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. സോ നൈൽ ബൈറ്റിംഗ് ഹാബിറ്റ്സ്, മനസ്സിലായോ? ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ സ്റ്റക്കായി പോവുക എന്നാണ്. അപ്പോൾ ഓറൽ സ്റ്റേജിൽ സ്റ്റക്ക് ആവുക എന്ന് പറഞ്ഞാൽ മൗത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓപ്ഷൻ എ, നഖം കടിക്കുക എന്നുള്ളതാണ്. ദെൻ വിച്ച് സൈക്കോസെക്ഷൽ സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പിയർ റിലേഷൻഷിപ്പ്? ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, അത് സെയിം സെക്സ് ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഗ്രൂപ്പ് ഏതാ? അത് ലാറ്റൻസി സ്റ്റേജ് ആണ്. ലാറ്റൻസി സ്റ്റേജിലാണ് കുട്ടിക്ക് റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി, സ്വന്തം സെക്സ് ഗ്രൂപ്പ് ആയിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാകുന്നു. ഓപ്പോസിറ്റ് സെക്സിനോട് അങ്ങനെ അധികം അട്രാക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ലാറ്റൻസി സ്റ്റേജ് ആണ്. ദെൻ അടുത്ത ചോദ്യം, ഫ്രോയിഡ് എംഫസൈസ് ദ റോൾ ഓഫ് പ്രൈമറി കെയർ ഗീവേഴ്സ് ഇൻ ഡെവലപ്പിംഗ് വിച്ച് കോമ്പണന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി? കുട്ടിയിൽ പ്രൈമറി കെയർ ഗീവേഴ്സ് അവന്റെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവന്റെ വാല്യൂസിനെ ഉണർത്താൻ ശ്രമിക്കുന്നു. അത് ഏത് പേഴ്സണാലിറ്റി കോമ്പണന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്? അപ്പോൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ സൂപ്പർ ഈഗോ. അപ്പോൾ സൂപ്പർ ഈഗോയെ സ്വാധീനിക്കുന്നത് പ്രൈമറി കെയർ ഗീവേഴ്സിന്റെ വാല്യൂസും തോട്ട്സ് ഒക്കെയാണ്. then അടുത്ത ചോദ്യം,
സൈക്കിക് എനർജി ഓറിജിനേറ്റസ് ഇൻ ദ സൈക്കിക് എനർജി എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സൈക്കിക് എനർജി എന്ന് പറയുമ്പോൾ തന്നെ അത് ഇതിലാണ് അല്ലെ, ലിബിഡോ. സൈക്കിക് എനർജി എന്ന് പറയുന്നത് ലിബിഡോയാണ്. ലിബിഡോ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇതിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, എക്സസ് എനർജി ഇൻ ദ സൂപ്പർ ഈഗോ മേ ലീഡ് ടു. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈഗോയിൽ എനർജി കൂടുതലായാലും പ്രശ്നമാണ്, ഈഗോയിൽ കൂടുതലായാലും പ്രശ്നമാണ്. ഇതിൽ കൂടുതലായാൽ കുട്ടിയിൽ ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ. ഇനി സൂപ്പർ ഈഗോയിൽ എനർജി കൂടുതലായി കഴിഞ്ഞാൽ കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കുട്ടിയിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുകയില്ല. ഇനി ഈഗോയിലാണോ കൂടുതലാണെങ്കിലോ, ഈഗോയിൽ എനർജി കൂടുതലാണെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടാകും? കുട്ടിക്ക് അവനെ കൂടുതൽ ഇഷ്ടമായിരിക്കും, നാർസിസ്റ്റ് ബിഹേവിയർ കൂടുതലായിരിക്കും. ദെൻ അടുത്ത ചോദ്യം, ദ എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ് ഡെവലപ്സ് ഡ്യൂറിങ് വിച്ച് സ്റ്റേജ്? മറ്റുള്ളവരോടുള്ള വിശ്വാസം കൂടുതൽ വളർന്നു വരുന്നത് ഏത് സ്റ്റേജിലാണ്? ഓറൽ സ്റ്റേജിലാണ്. നമ്മൾ പറഞ്ഞു കുട്ടിക്ക് ട്രസ്റ്റ് കിട്ടണം, സെൻസ് ഓഫ് ട്രസ്റ്റ് ഉണ്ടാകണം, സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാകണം. എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ് എന്നത് ഓറൽ സ്റ്റേജിൽ കിട്ടണം. അത് കൃത്യമായിട്ട് കിട്ടിയില്ല എങ്കിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത ചോദ്യം, വാട്ട് മെക്കാനിസം എൻഷുവേഴ്സ് ബാലൻസ് ബിറ്റ്വീൻ ഇത് ആൻഡ് സൂപ്പർ ഈഗോ? ഇത് സൂപ്പർ ഈഗോ തമ്മിൽ ബാലൻസ് ചെയ്യാനുള്ള മെക്കാനിസത്തിന്റെ പേര് പഠിച്ചു വെക്കുക. നമ്മളത് ഈഗോയാണ് അല്ലെ, ഈഗോയാണ് ഇതിനെയും ഈഗോയും തമ്മിൽ ബാലൻസ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞതാണ്. ഇതും ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിൽ ബാലൻസ് ചെയ്യിക്കുന്നത് ഈഗോയാണ്. അപ്പൊ ഈഗോയാണ് ഇതിനിടയിലുള്ള ആർബിറ്റേറ്റർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന് പറയുന്നത് ഈഗോയാണ്. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ദ സൂപ്പർ ഈഗോ ഡെവലപ്സ് ബിറ്റ്വീൻ ഏജസ് 3 and 6. സൂപ്പർ ഈഗോ 3-6 പ്രായത്തിനിടയിലാണ് ഉണ്ടാകുന്നത്. കറക്റ്റ് ആണ് അല്ലെ. ദ ഈഗോ ഈസ് റെസ്പോൺസിബിൾ ഫോർ മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ഇത് സൂപ്പർ ഈഗോ ആൻഡ് ഇൻ ദ എക്സ്റ്റേണൽ വേൾഡ്. ഈഗോ എന്ന് പറയുന്നതാണ് ഇത് സൂപ്പർ ഈഗോ അതേപോലെ റിയാലിറ്റി വേൾഡ് ഇവകൾക്കിടയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ഈഗോയാണ് അല്ലെ. ഈഗോയാണ് മീഡിയേറ്റർ, അത് കറക്റ്റ് ആണ്. ഇനി സൈക്കിക് എനർജീസ് ഒറിജിനേറ്റ്സ് ഇൻ ദ സൂപ്പർ ഈഗോ. സൈക്കിക് എനർജി സൂപ്പർ ഈഗോയിലല്ല, ഇതിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. അപ്പൊ 1ഉം 2ഉം മാത്രം കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. The anal stage focus on independence and control related to excretory functions. Excretory functions ആയിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് anal stage. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. anal stage എന്ന് പറയുമ്പോൾ എക്സ്ക്രീഷൻ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേജ് ആണ്. ഇനി ഈഡിപ്പസ് കോംപ്ലക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലാറ്റൻസി സ്റ്റേജ്. ഇൻകറക്റ്റ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ലാറ്റൻസി സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈഡിപ്പസ് കോംപ്ലക്സ് വരുന്നത്? അല്ല, ഫാലിക് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫാലിക് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. പഠിച്ചു പോവുക. ഒന്നാമത്തത് ഓറലാണ്, രണ്ടാമത്തത് ആനസ് ആണ്, മൂന്നാമത്തത് ഫാലിക് സ്റ്റേജ് ആണ്. ഫാലിക് സ്റ്റേജിൽ കുട്ടിക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം മനസ്സിലാകുന്നു. അങ്ങനെ വ്യത്യാസം മനസ്സിലാകുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നു. അപ്പോൾ ഫാലിക് സ്റ്റേജിലാണ്. ലാറ്റൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടിയിൽ എന്തുണ്ടാകുന്നു? റിപ്രസ്ഡ് സെക്ഷുവാലിറ്റി അപ്രത്യക്ഷമാകുന്ന സാധനമാണ്. Then fixation in the oral stage can lead to habits like nail biting in adulthood. ഒരാൾ ഓറൽ സ്റ്റേജിൽ വെച്ച് സ്റ്റക്കായി പോയി, ഓറൽ സ്റ്റേജിൽ ഡെവലപ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? നെയിൽ ബൈറ്റിംഗ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാകും എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പോൾ 2 മാത്രമാണ് തെറ്റിപ്പോയിട്ടുള്ളത്. അപ്പോൾ 2 only, ഇൻകറക്റ്റ് 2 only. then അടുത്ത ചോദ്യം, which of the following statements are correct? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം. The ego ideal is a component of the super ego that represents what is considered right. ഈഗോ ഐഡിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോയുടെ ഒരു ഭാഗമാണ്. അതേ ഭാഗമാണ് ശരി ഏത് എന്ന് തീരുമാനിക്കുന്നത് ഈഗോ ഐഡിയൽ ആണ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. കോൺസൈൻസ് ആണ് റോങ് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ദെൻ ഇത് ഓപ്പറേറ്റ്സ് എൻറ്റയർലി ഇൻ ദ അൺകോൺഷ്യസ്. ഇത് മൊത്തത്തിൽ അൺകോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റ് ആണ്. ദെൻ സൈക്കിക് എനർജി ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് ഇത് ഈഗോ സൂപ്പർ ഈഗോ. സൈക്കിക് എനർജി ഇത് ഈഗോ സൂപ്പർ ഈഗോ എല്ലാത്തിലും വിതരണം ചെയ്യുമെന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ. എല്ലാത്തിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു എല്ലാത്തിലും സൈക്കിക് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതൊരു സൈക്കിക് എനർജിയുടെ പേര് ലിബിഡോ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതും കറക്റ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? ദ ജെനിറ്റൽ സ്റ്റേജ് ഫോക്കസസ് ഓൺ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. ജെനിറ്റൽ സ്റ്റേജിലോ
സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകും എന്ന് പറയുന്നത് തെറ്റാണ്. ജെനിറ്റൽ സ്റ്റേജിൽ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ആണ് എന്തുണ്ടാകുന്നത് ജെനിറ്റൽ സ്റ്റേജിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ റിപ്രഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഓട്ടോമാറ്റിക് അൺകോൺഷ്യസ് പ്രോസസ് ആണ് അല്ലേ. റിപ്രഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്, നാം അറിയാതെ തന്നെ ഓർമ്മകൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ദെൻ ആൻ ഓവർ ആക്റ്റീവ് സൂപ്പർ ഈഗോ മേ ലീഡ് ടു റിജിഡ് ആൻഡ് സെൽഫ് ഡിപ്രിയേറ്റിംഗ് ബിഹേവിയർ. സൂപ്പർ ഈഗോ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള, നാം നമ്മെ തന്നെ ബഹുമാനിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് പോകും. അതും കറക്റ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്തത്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ വേറെ എവിടെയും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്കൊരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ വാല്യബിൾ ആയിട്ടുള്ള, ഫാക്റ്റ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹകാരിയിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കിട്ടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയിപ്പ് ലഭിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വളരെയധികം ചിന്തിച്ച് ഡിസിഷൻ എടുക്കുക. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും വിജയാശംസകൾ. നന്ദി.